കുറേ പാട്ടിറക്കുന്നതുകൊണ്ട് ഇതിന് കഥ വേണമല്ലോ. കാര്യമായ ഒരു കഥ ഉണ്ട്. എൻ്റെ ഇങ്ങനെ ബ്രേക്കപ്പ് പാട് പറ്റിയതാണ്. ഞാൻ ഇവര് ഭയങ്കര കരഞ്ഞിട്ടല്ലായിരിക്കും സംഭവം സ്റ്റോറി. എനിക്ക് സംബന്ധിച്ച് ചിരിയ വരാം. കാറിൽ ലൗഡ് സ്പീക്കറിലായിരിക്കും ചിലപ്പോൾ ഫ്രണ്ട്സെല്ലാം ചിരിക്കുന്നുണ്ടാവും. ഫസ്റ്റായിട്ട് നിങ്ങളെയാണ് ചൂസ് ചെയ്യുന്നത് ഈ സോങ് ചെയ്യാൻ പറ്റുമോ ചോദിച്ചു. ഒരു 6 മാസം കഴിഞ്ഞിട്ടുണ്ട് മൂപ്പറെ വിളിക്കുന്നു. എടാ റിപ്പോർട്ട് കിട്ടിയിട്ടുണ്ട് 60,000 രൂപയാണ്. ഞാൻ ആകെ ഷോക്കായി. ഹലോ ട്യൂൺസിനുള്ളിൽ ഇത്ര കാര്യം ഫണ്ട്. ഞാൻ പറഞ്ഞു എൽഡോസ് ഭായി 60,000 രൂപ ഉണ്ടല്ലോ. എടാ 60,000 ഇല്ല 6 ലക്ഷം. അത് അന്ന് ഞാൻ ഷോക്കായി. ഒരു 1 ഇയറിലേക്ക് 1 CR ചിലപ്പോൾ 2 CRന്റെ അടുക്ക് ആ സമയത്ത് ഹലോ ട്യൂൺസിന് സത്യം പറഞ്ഞാൽ ആ നമ്പർ മാറ്റുക ചെയ്തത്. ഒരു എത്ര കോളെന്ന് അറിയാം, ഹെവി കോളാ. അന്ന് എല്ലാവരും ഷാഫിക കല്യാണം കഴിച്ചിട്ടുണ്ട്, എല്ലാവരും കല്യാണം കഴിച്ചിട്ടുണ്ട്. ഞാൻ മാത്രമേ കട്ടാണ്ടില്ലോ. കല്യാണം കഴിക്കുന്നതിന് മുന്നേ ഒരു ഗേൾ എന്താണെന്നുള്ളത് അല്ലെങ്കിൽ അവർ നമ്മുടെ ബോയ്സുമായിട്ട് ഭയങ്കര ഡിഫറെൻ്റ് ആണ് ഗേൾസ്. അവരെ എന്താണെന്നുള്ളത് പഠിക്കണം. എന്നും എന്നോട് മനസ്സിനുള്ളിലെ വേദനയറിയും പെണ്ണ എന്നോട് സ്വന്തം ഭാര്യ. CD പരക്കിറക്കാൻ തുടങ്ങി. കാരണം അന്ന് ആ ഫീൽഡ് സത്യം പറഞ്ഞാൽ കൊളാക്കിയ ഞാനായിരിക്കും. ഞാനായിട്ട് സ്വന്തം ആർട്ടിസ്റ്റ് എന്നുള്ള ലെവലിൽ നല്ല ക്വാളിറ്റി കണ്ടന്റ് കൊടുത്തിട്ടുണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അത്ര പറയുന്നില്ല. പക്ഷേ ഈ ഫീൽഡിൽ ഒരുപാട് ആൾക്കാർ ഞാൻ കൊണ്ടാണ്. കുറേ MHR നമ്മളെ ഡബ്സിൻ്റെ എല്ലാം പാട്ട് എന്ന ഒരു ഇന്റർവ്യൂവിലെ ഒരു സംഭവം കേട്ടിട്ടുണ്ടായിരുന്നു. കാരണം ഞാൻ ചെയ്ത പല പാട്ടുകൾക്കും അവർ എന്താ പറയുക അങ്ങനത്തെ ബീജം കേട്ടിട്ടുണ്ടായിരുന്നു. അടിച്ച് സ്ട്രൈക്ക് കൊടുത്ത് ചാനൽ പൂട്ടാന്നുള്ള ഉദ്ദേശത്തിൽ തന്നെ എനിക്കൊന്ന് അന്നൊരു 100 ആൾക്കാരെ ചാനൽ അന്ന് ഞാൻ കളഞ്ഞിട്ടുണ്ടായിരുന്നു. ദിസ് ഇസ് മീ BJ ചിക്കു. ഇന്ന് നമുക്ക് ഗസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ളത് നിരവധി മാപ്പിള പാട്ടുകൾക്ക് ജീവൻ നൽകിയ സിംഗറും ആക്ടറും പ്രൊഡ്യൂസറും ബിസിനസ് മാനുമായിട്ടുള്ള തൻസീർ പുതുവർമ്മയാണ്. സ്വാഗതം. താങ്ക് യു. എൻ്റെ ഒക്കെ ഒരു കുട്ടിക്കാലം ആ സമയത്ത് ആൽബമാണ് മെയിൻ. അതായത് ഞങ്ങൾ സ്കൂളൊക്കെ വിട്ടുന്ന ആൽബം സോങ് ആണ് ആ ഒരു കാലഘട്ടം. ലോക്കൽ ചാനലെല്ലാം ഇങ്ങനെ വരുന്ന ടൈം സത്യം. അതിനൊരു ഭയങ്കര ഒരു ഫാൻസ് ഉണ്ടായിരുന്നു. അങ്ങനെ ആരാധകരെയൊക്കെ സൃഷ്ടിച്ച് അത്രയും ഫാൻസ് പവർ ഉള്ള ഒരാളായിരുന്നു തൻസീർക്ക് ആ സമയത്ത്. ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. പക്ഷെ ഇന്ന് എത്ര പേർക്ക് തൻസീർക്ക് അറിയാം അല്ലെങ്കിൽ ഓർമ്മയുണ്ടെന്ന് എനിക്കറിയില്ല. ശരിക്കും തൻസീർക്ക് ആരായിരുന്നു? ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പാട്ടുകാരനായിട്ട് വന്നതല്ല ഈ ഫീൽഡിൽ. സ്റ്റാർട്ടിങ് ഓൾറെഡി എന്താ പഠിക്കുന്ന സമയത്ത് ചെറിയൊരു ഇതുണ്ടാവുമല്ലോ മദ്രസയിലും അതുപോലെ സ്കൂളിലെല്ലാം അങ്ങനെ പാടുന്നത്. അപ്പോൾ ജസ്റ്റ് ഒരു ഏതെങ്കിലും ഒരു ആൽബത്തിൽ അന്ന് ആ സമയത്തെല്ലാം പാട്ട് മാപ്പിളപ്പാട്ട് ട്രെൻഡിങ് ആയിട്ട് നിൽക്കുന്നു. 8ാം ക്ലാസ് 9ാം ക്ലാസ് എന്ന് തോന്നുന്നു. കൽബാണ് ഫാത്തിമയെല്ലാം താജുഖാന്റെ ആ വൈറലായിട്ട് നിൽക്കുന്ന ടൈമായിരുന്നു. അപ്പോൾ ജസ്റ്റ് ഇങ്ങനെ ഒരു പാട്ട് പാടണം അല്ലെങ്കിൽ ഒരു ആൽബത്തിൽ ചെയ്യണം എന്നുള്ളൊരു സംഭവമായിരുന്നു. വീട്ടിൽ തീരെ താല്പര്യമില്ലായിരുന്നു ആയിരിക്കും. അല്ല സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ ഈ മീഡിയയിലേക്ക് സപ്പോർട്ടില്ല. പാട്ട് പാടുന്ന ഭയങ്കര ഇഷ്ടം. അത് മദ്രസയിലെല്ലാം അങ്ങനത്തെ ട്രഡീഷണൽ പാട്ടുകൾ ഉണ്ടാവുമല്ലോ, ഈ ലവ് സോങ് ഒന്നും അല്ലാത്ത പാട്ടുകൾ, അത് ഭയങ്കര സപ്പോർട്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു അങ്ങനത്തെ പാട്ടെല്ലാം പാടാന്ന് ചോദിച്ച് അങ്ങനെ മക്ബറ ഗാനങ്ങൾ എന്നെല്ലാം പറഞ്ഞിട്ട് ഒരു കാറ്റഗറി ഉണ്ട്. മലപ്പുറം സൈഡിലാണ് കൂടുതൽ ഉണ്ടായാല്. അങ്ങനെ 1-2 പാട്ടുകളിൽ പാടി നോക്കി. അപ്പോൾ സ്റ്റുഡിയോയിൽ നോക്കുമ്പോൾ വോയിസ് എന്നോട് പറഞ്ഞു നല്ല അടിപൊളിയായിട്ടുണ്ട്, ചിലപ്പോൾ നിങ്ങളൊരു ആൽബം ചെയ്ത് നോക്കി, ചിലപ്പോൾ വർക്കൗട്ട് ആകാൻ ചാൻസ് ഉണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെ 1-2 ടീംസിൻ്റെ ഇടയ്ക്ക് നമ്മൾ കണക്ട് ചെയ്ത് അന്നത്തെ മാർക്കറ്റിംഗ് കമ്പനീസ് ഉണ്ടായിരുന്നു. ഈ CD ടൈമായിരുന്നു. അപ്പോൾ എനിക്കൊന്നൊരു 16-17 വർഷമായി. പാട്ടെല്ലാം എഴുതിയ പാട്ടുണ്ടാവും, മ്യൂസിക് ചെയ്ത പാട്ടുണ്ടാവും. അപ്പോൾ അതിലെടുത്തിട്ട് കാണിച്ചു കൊടുക്കും. പക്ഷേ ആരും എന്താ പറയണ്ട, അന്ന് ഓൾറെഡി ട്രെൻഡിൽ നിൽക്കുന്ന 1-2 ആൾക്കാർ സിംഗേഴ്സ്, ഷാഫിക്ക, അതേപോലെ തന്നെ വിനീതേട്ടൻ, പിന്നെ താജുക്ക, ഇവരെല്ലാം ആയിരുന്നു ആ സമയത്ത് ട്രെൻഡിങ്ങിൽ നിൽക്കുന്നത്. ആ കൂട്ടത്തിൽ വരികയാണ് ഒരാളും കൂടെ. അല്ല വന്നിട്ട് കാര്യമില്ല, കാരണം എന്താ വെച്ചാൽ എന്തായാലും നടക്കൂല. അപ്പോൾ അത്രയും പിന്നെ എന്താ പറയുക, ഒരു CD ഇറങ്ങുന്നതാണെങ്കിൽ 10 പാട്ടുണ്ടെങ്കിൽ 3 പാട്ട് എങ്ങനെ ഡിവൈഡ് ചെയ്ത് പുതിയ ആൾക്കാർക്ക് ചാൻസ് ഇല്ല റെഡിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ. ഞാൻ ഒരു 3-4 കമ്പനിക്ക് നോക്കി ട്രൈ ചെയ്ത് നോക്കി, ഇങ്ങനെ ഒരു പാട്ടുണ്ട് അല്ലെങ്കിൽ ഇത്ര പാട്ടുണ്ട്, വർക്കൗട്ട് ആവില്ല എന്ന് മനസ്സിലായി. ഞാൻ ഇങ്ങനെ വീട്ടിലൊരു ദിവസം ഇങ്ങനെ ഇരുന്ന് എന്തുകൊണ്ട് നമുക്കിത് പ്രൊഡക്ഷൻ ചെയ്തുവിടാം, അപ്പോൾ എത്ര ഇതിൻ്റെ പ്രൊഡക്ഷൻ കോസ്റ്റ് ഉണ്ടാവും, എങ്ങനെയാണ് സംഭവം നോക്കി. അപ്പോൾ വീട്ടിൽ കാര്യങ്ങൾ അവതരിപ്പിച്ച് അപ്പോൾ ഞാൻ ചെറിയ രീതിയിൽ ഇങ്ങനെ പാട്ടിൻ്റെ പ്രോഗ്രാമെല്ലാം ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് ഒരു ഗാനമേള ട്രൂപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഇങ്ങനെ ഫണ്ട് എന്ത് ചെയ്തു, വീട്ടിൽ എനിക്കിത് ചോദിക്കാൻ പറ്റൂല, ഇങ്ങനെ ആൽബം ഇറക്കണം. അന്ന് തന്നെ ഒരു ആൽബം ഇറക്കണമെങ്കിൽ 50,000 ആ റേഞ്ച്. ഭയങ്കര ഓഡിയോ ഭയങ്കര കോസ്റ്റ് ആയിരുന്നു അന്ന് സംഭവം. അപ്പോൾ അത് ഭയങ്കര അന്നത്തെ സമയത്ത് അത്രയും ഫണ്ട് ഭയങ്കര പ്രശ്നമാണല്ലോ. പ്രോഗ്രാമിൻ്റെ ഇതെല്ലാം ഇങ്ങനെ ആയി. പിന്നെ എൻ്റെ കാർണോരോട് വീട്ടിൽ ചോദിക്കാൻ പറയുന്നത്, പക്ഷേ കാർണോർമാരെല്ലാം നല്ല ഫ്രണ്ട്ലി ആയിരുന്നു. അപ്പോൾ കാർണോരോട് ഞാൻ പറഞ്ഞു ഇങ്ങനെ ഒരു ഫണ്ട് വേണം, ഒരു 10-30,000 രൂപ വേണം, ബാക്കി ഞാൻ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണ് എൻ്റെ ആദ്യമായിട്ടുള്ള ഒരു ആൽബം ഞാൻ. അപ്പോൾ ഈ കാർണോർ പറയുന്നുണ്ട് ഇതാറ്റം പൊട്ടിയിട്ടുണ്ടെങ്കിൽ നീ നേരെ ഗൾഫിലേക്ക് പോട്ടെ വരൂ, അങ്ങനെ ഓൾറെഡി പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ റെഡിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ പാട്ടിനാക്കാട്ട് എൻ്റെ മൈൻഡിൽ ടെൻഷനായി. കാരണം ഈ വർക്ക് എങ്ങനെയും ക്ലിക്കാക്കിയേ പറ്റൂ, അല്ലെങ്കിൽ ബിസിനസ്സിൽ വർക്കൗട്ട് ആയിട്ടില്ലെങ്കിൽ പ്രോബ്ലം ആണല്ലോ.
അപ്പോൾ CD പാട്ടെല്ലാം പാടി. അന്നില്ല എല്ലാ സിംഗേഴ്സിനെ കൊണ്ട് പാടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അന്നത്തെ ട്രെൻഡിലുള്ള സിംഗേഴ്സിനെ കൊണ്ട് പാടിപ്പിച്ച് എൻ്റെ പാട്ട് 10ാം നമ്പറിലായിട്ട് ഇട്ട് ബാക്കിയുള്ള സിംഗേഴ്സിലും 1, 2 അങ്ങനെയെല്ലാം ഇട്ട് 2020 എന്ന് പറഞ്ഞിട്ട് ഫസ്റ്റ് പേരിട്ട് പിന്നെ ആൽബത്തിൻ്റെ പേര്. കാരണം 2020 എന്ന് പറഞ്ഞാൽ അന്നത്തെ ആൽബത്തിലെ ഒരുവിധം സ്റ്റാർസിനെ മൊത്തം ഇൻക്ലൂഡ് ചെയ്തുള്ള വർക്കായിരുന്നു. പിന്നെ ഈ കരോക്ക പാട്ടും കൂടി ആദ്യമായിട്ട് ഇറക്കുന്ന ഒരു 25 പാട്ടും 25 കരോക്കയും കൂടിയിട്ട് ആദ്യമായിട്ട് റിലീസ് ചെയ്യുന്നൊരു സംഭവമായിരുന്നു. റെഡിക്ക് പറഞ്ഞാൽ 10 പാട്ടല്ലായിരുന്നു ഇല്ലത്. പക്ഷെ നമ്മളെന്ത് 25 പാട്ട് 50 ഉറുപ്പിക്കാറ്റും ഇതേ പൈസക്ക് തന്നെ എല്ലാ സിംഗേഴ്സും ഉണ്ടാവും. പെരുന്നാൾ സമയത്ത് ഇറക്കുന്നത് വർക്ക് ആദ്യത്തെ ദിവസത്തെ ഇറക്കാൻ വേണ്ടിയിട്ട് നോക്കുമ്പോൾ ഇത് ആർക്കും മാർക്കറ്റിംഗ് കൊടുക്കണം. അവിടെയും നമ്മൾ പണിയിട്ടി. കാരണം എന്ത് ചെയ്യണമെന്നില്ല, ഇത് ആരും മാർക്കറ്റ് ചെയ്യും. കമ്പനിക്കാർ പറഞ്ഞ് എടുക്കാം, പക്ഷെങ്കിൽ ഭയങ്കര പെർസെൻറ്റേജ്. ഇപ്പോൾ ഒരു എന്താ 100-ൽ ചിലപ്പോൾ ഈ എന്നാൽ തിയേറ്ററിൻ്റെ എല്ലാം ഇതുണ്ട്, അതേപോലെ പകുതിയോളം അവരെ ഫണ്ട് അങ്ങനെ കുറേ പ്രശ്നങ്ങൾ അവിടെ വെച്ച് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനെ പറ്റി പഠിക്കണമല്ലോ. അങ്ങനെ ഈ മീഡിയയിലേക്ക് ഇറങ്ങി ഒരുവിധം ടീംസിനെല്ലാം വിളിച്ച് ഇതിൻ്റെ ട്രിക്ക് പഠിക്കണമല്ലോ, ഇതെങ്ങനെയാണ് മാർക്കറ്റ് ചെയ്യേണ്ടത്. അന്ന് ഷാഫിഖ് ഖാൻ്റെ വിരഹത്തിന് വേദന അങ്ങനത്തെ ഒരു പാട്ടെല്ലാം റെക്കോർഡിങ് ചെയ്യേണ്ട സമയത്ത് ആ റെക്കോർഡിങ് അന്നായിരുന്നു ഞാൻ പോയത്. അപ്പം പറഞ്ഞു വാ, അങ്ങനെയാണെങ്കിൽ ഷാഫിഖ് ഖാൻ റെക്കോർഡിംഗ് കൊണ്ട് നമുക്ക് കാണാമെന്ന് പറഞ്ഞു. അപ്പം അങ്ങനെയാണ് റെക്കോർഡിംഗ് എന്ന് പറഞ്ഞാൽ ഞാൻ വിചാരിച്ചു രാവിലെ 9 മണിക്കല്ലേ, നോക്കുമ്പോൾ നട്ടപ്പോൾ അതിനൊക്കെ 2 മണിക്ക് ഷാഫിഖ് പ്രോഗ്രാമെല്ലാം കഴിഞ്ഞ് വന്നിട്ടാണ് അത് റെക്കോർഡ് ചെയ്യുന്നത്. അപ്പൊ എനിക്ക് ഇതിന്റെ ഏകദേശം സംഭവം മനസ്സിലായി. നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല, ഭയങ്കര. കാരണം ഇവർ 2 മണിക്കെല്ലാം വന്ന് റെക്കോർഡ് തീരുമ്പോൾ 6 മണിയാകുന്നു, ഉറങ്ങാണ്ട് പിറ്റേന്ന് രാവിലെ പ്രോഗ്രാമിനെല്ലാം പോകുന്നു. ഈ മാർക്കറ്റിങ്ങിന്റെ ഇത് പഠിക്കാൻ വേണ്ടിയിട്ട് ഇതിന്റെ നടുവിൽ നമുക്ക് ടൈം കിട്ടുന്നില്ല. ഇത് എങ്ങനെയാന്നുള്ളത് ഞാൻ എന്ത് ചെയ്തു, ഷറഫുക്ക ഞാൻ പിന്നെ ഒരു ദിവസം വരാം, എനിക്ക് ഇങ്ങനൊരു സംഭവം ഉണ്ട്, സംരംഭം ഇറക്കാനുണ്ട്, അപ്പൊ നിങ്ങൾ എനിക്ക് ഹെൽപ്പ് തരണം എന്ന് പറഞ്ഞു. അതും പോയി ഒരക്കെല്ലാം പോയി ഒരാഴ്ചയായിട്ട് കോളേജിന്റെ എല്ലാം നടുവിലാണ്. ഇത് +2 പഠിക്കുന്ന സമയമായിരുന്നു. +2 പഠിക്കുമ്പോഴാണ് ഭയങ്കര. കാരണം ഇന്നത്തെ കാലത്ത് +2 സ്റ്റുഡന്റ് ഇത്രയും ചിന്തിക്കില്ല. അല്ല, ഞാൻ ആ 10 കഴിഞ്ഞാൽ പാടന്നെ ഒരുപാട് പൈസ ഉണ്ടാക്കണം എന്നുള്ളൊരു മൈൻഡിൽ ചിന്തിക്കുന്നുണ്ട്. പാട്ടുകാരനെന്നല്ല, ഫണ്ട് എങ്ങനെ കൂടുതൽ പെട്ടെന്ന് വർക്കൗട്ട് ആകും. കാരണം ഇപ്പൊ നമ്മൾ സാധാരണ ഒരു ഷോപ്പ് പോയി കഴിഞ്ഞാൽ അന്നത്തെ സമയത്ത് 10,000 15,000 രൂപ. അതുകൊണ്ടൊന്നും എനിക്ക് ഒരിക്കലും നടക്കൂല. കാരണം മുന്നിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അത് തരണം ചെയ്ത് പോണ്ടിക്ക. സാമ്പത്തികപരമായിട്ടാണോ? അല്ലല്ല, സാമ്പത്തികപരമായിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കെല്ലാം ഓക്കെയാണ്. പക്ഷെ അങ്ങനെയല്ല, എനിക്ക് ഞാനൊരു വീട് എടുക്കണം, അല്ലെങ്കിൽ എൻ്റെതായിട്ടുള്ള ഉണ്ട്. ഇപ്പോൾ കല്യാണം കഴിക്കുന്നതിന് മുന്നേ സ്വന്തമായിട്ട് വീട് ഉണ്ടാക്കണം, അല്ലെങ്കിൽ ബിസിനസ് ഉണ്ടാക്കണം, സേഫ് ആണെന്നുള്ളൊരു ഇതുണ്ട്. വെറുതെ ടൈം വേസ്റ്റ് ചെയ്തിട്ടില്ല. അങ്ങനെ ഷറഫ് ഖാൻ്റെ കേസിൽ പറയാം, മൂപ്പറെ ഒരു ദിവസം ഞാൻ പോയി. എന്നെ പറഞ്ഞ് ഇതിങ്ങനെ നിന്നോട് പറഞ്ഞിട്ട് കാര്യമില്ല, നമുക്ക് ഒരു ഇറങ്ങാന്ന് പറഞ്ഞു. കോഴിക്കോട് ഈ മാർക്കറ്റിങ്ങിൻ്റെ പരിപാടിയായിട്ട് പോയി. മൂപ്പര ഒരു ചെറിയൊരു ബുക്കും കളക്ഷൻ്റെ ബുക്കാണ് സംഭവം. ഈ CD ഷോപ്പിൽ മൊത്തം ഇറങ്ങണം, മൊത്തം CD ഷോപ്പിൽ ഇങ്ങനെ പോവാം. എത്ര 10-20 ഷോപ്പായിട്ടുണ്ട്. 10,000 20,000 രൂപയെല്ലാം കിട്ടാനുണ്ടാവും. ആകെ മൂപ്പർക്ക് കൊടുക്കുന്നത് 200, 500 ഇതെല്ലാം കളക്ഷൻ വെച്ചിട്ടുള്ള പരിപാടി. അവിടെ സത്യം പറഞ്ഞാൽ മെന്റലി ഭയങ്കര ഡൗൺ ആയി. കാരണം നമ്മളിപ്പോൾ ഒരു വർക്ക് ഇറക്കിയിട്ട് അത് മാർക്കറ്റ് ചെയ്യാന്നുള്ളൊരു മൈൻഡിലായിരുന്നു. അപ്പോൾ ഞാൻ മൂപ്പരോട് ചോദിച്ചു, അന്ന് ഏറ്റവും ഹിറ്റിൽ നിൽക്കുന്ന ഒരാളായിരുന്നു, അവരവസ്ഥ തന്നെ ഇങ്ങനെ. പിന്നെ മൂപ്പറെടുക്ക് ഞാൻ ചോദിക്കാൻ തോന്നി, പിന്നെ ബാക്കിയിലെ സിംഗേഴ്സിൻ്റെ എല്ലാം അവസ്ഥ എന്താ, ഇതിൽ ഫണ്ട് കിട്ടിയിട്ടുണ്ടോന്ന്. അന്നേരമാണ് ഓരോ ആൾക്കാരുടെ അവസ്ഥകൾ. അന്ന് ടോപ്പിൽ നിൽക്കുന്ന, ഞാൻ പേര് പറയുന്നില്ല, അന്ന് ടോപ്പിൽ നിൽക്കുന്ന 1-2 സിംഗേഴ്സ് എല്ലാം കോട്ടേഴ്സിൽ ഫ്ലാറ്റിൽ സ്വന്തമായിട്ട് വീട് പോലും ഇല്ല, കോട്ടേഴ്സിൽ. ഞാൻ പിന്നെ ആകെ ഷോക്കായി. കാരണം ഞാൻ ഈ ഫീൽഡിൽ വന്നിട്ട് ഇനിയിപ്പോൾ ഈ കാരണവരോടൊന്നും പൈസ വാങ്ങിച്ചിട്ടുണ്ട്, ഞാനൊരു വർഷം എന്ന പാട്ട് പാടിയ സേവ് ചെയ്ത പൈസ അങ്ങനെയല്ല. ഞാൻ ചോദിച്ചാൽ ഇത് പണിയാവുമോ, പ്രോബ്ലം ആവുമോ. പിന്നെ ഞാൻ ഇതിൻ്റെ ട്രിക്സ് പഠിക്കാൻ നോക്കി. ഇത് കുരുട്ട് ബുദ്ധികളുണ്ടാവും അല്ലേ, ഇത് ഇവർ ചെയ്യാത്ത പരിപാടികൾ നമ്മൾ എങ്ങനെ ചെയ്തിട്ട് എങ്ങനെ ചെയ്യാൻ പറ്റും എന്നുള്ള സംഭവം നോക്കി. അങ്ങനെയാണ് ആ 25 പാട്ട് വരുന്നത്. 10 പാട്ട് ഇവർ 50 ഉറുപ്പിക കൊടുക്കുന്നതാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, 25 പാട്ടും 25 കരോക്കിയും. പിന്നെ അതിൽ ഒരു 10 ആൾക്കാർക്ക്, എന്നെ പോലത്തെ പുതിയ ആൾക്കാർക്ക് ഞാൻ ചാൻസും കൊടുത്തു. പഴയ പാട്ടിൻ്റെ ട്രാക്കായിരുന്നു. ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് പാടാൻ ഞാൻ 10 ആക്കാൻ ചാൻസും കൊടുത്തു. കാരണം ഈ 10 ആൾക്കാരോടും പറഞ്ഞ് നിങ്ങൾ 100 CD വെച്ചിട്ട് വിൽക്കണം, അവരെന്തായാലും സെയിൽ ചെയ്യും. അങ്ങനെ സെറ്റ് ചെയ്ത് ഷറഫ് ഖാൻ എടുക്കുന്ന ഈ ഷോപ്പിൻ്റെ എല്ലാം കളക്ട് ചെയ്ത് കണ്ണൂർ, കാസർഗോഡ്, അങ്ങനെ എനിക്കൊന്ന് ഒരു മാസത്തോളം നമ്മൾ അതിൻ്റെ മുകളിൽ ചെറിയ പെരുന്നാൾക്ക് ഇറക്കേണ്ട വർക്കായിരുന്നു. പക്ഷേ 2 മാസം ഇതായി. മാർക്കറ്റിംഗ് കമ്പനി ലൈസൻസും പരിപാടിയെല്ലാം ചെയ്ത് സ്റ്റാർട്ട് ചെയ്ത് CD ഷോപ്പിലെല്ലാം കൊടുത്തു. പക്ഷെ എല്ലാ ആൾക്കാർക്കും അന്നാത്ത സമയത്ത് നിൽക്കുന്ന കമ്പനീസ് ഉണ്ടാവുമല്ലോ, അപ്പൊ അവരെ CDകളെ മാത്രം വെക്കുന്നില്ലോ. അപ്പൊ ഞാൻ എന്ത് ചെയ്ത് ട്രിക്ക് മാറ്റി, അല്ല 50 ഉറുപ്പ്യൻ്റെ പരിപാടി നേരെ 35 ഉറുപ്പ്യക്ക്. അപ്പോൾ നേരെ, കാരണം അവർക്ക് CD ഷോപ്പുകാർക്ക് എന്താ, അവർക്ക് കൂടുതൽ ലാഭം. നമുക്കിത് പ്രൊഡക്ഷൻ കോസ്റ്റ് എനിക്കൊന്ന് അത്യാവശ്യം ഫണ്ട് ഉണ്ട്. ഞാൻ പറഞ്ഞു 35 ഉറുപ്പ്യ, ബാക്കി നിങ്ങൾ എടുത്തോ പൈസ എന്ന് പറഞ്ഞു. അന്ന് എനിക്കൊന്ന് ഒരാഴ്ച കൊണ്ട് 20,000 CD മുകളിൽ
ആ ഒരു വർക്ക് അവർ വിറ്റ്. ഞാൻ ഷോക്കിൽ. പിന്നെ എൻ്റെ ആ സമയത്തെല്ലാം വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഫ്രണ്ട്സ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഹെൽപ്പായിരുന്നു. എനിക്കൊരു ഫ്രണ്ട്സ് സർക്കിളുണ്ട്. ആ സമയത്ത് ഭയങ്കര ഫ്രണ്ട്സാണ്. ഒരു 10-60ഓളം ചങ്ങായിമാർ തന്നെ ഉണ്ടാവും. നല്ല ചങ്ങായിമാരുണ്ട്. ബടക്കെന്ന് ഉദ്ദേശിക്കുന്നത് പിന്നെ ഭയങ്കര പ്രശ്നക്കാരും അതുകൊണ്ട് അടിയും പുൽമാൽ അങ്ങനത്തെ ചങ്ങായിമാരാ. എന്തിനും എൻ്റെ പേര് ഉണ്ടാവും. അപ്പം ഞാൻ പറയടാ ഇങ്ങനെ ഒരു സംഭവം ഉണ്ട്, എന്തെങ്കിലും ചെയ്യണം. ഓരോ ആൾക്കാർ ഓട്ടോറിക്ഷയിലും കാറിലും അങ്ങനെ എല്ലാത്തിലും സപ്ലൈ ചെയ്യാൻ തുടങ്ങി. പിന്നെ കൊറിയറായിട്ടും ഇങ്ങനത്തെ എല്ലാം. ആ സമയത്ത് സംഭവം വൈറലായിട്ട് പാട്ട് അങ്ങോട്ട് വൈറലായി. ഈ 2020 പേര് CD ഷോപ്പ് അത് പറഞ്ഞ് എടാ 10 പാട്ട് ആദ്യത്തെ 10ാമത്തെ പാട്ടിലേനും എൻ്റെ പാട്ടുള്ളത്. നീ നേരെ ആ പാട്ട് എന്ത് ചെയ്യുക ഫസ്റ്റിലിടാനും പുതിയൊരു പേരുണ്ടാക്കാൻ. ആ പാട്ടിൻ്റെ പേര് ഒരു കൊച്ചു ഗ്രാമത്തിൽ ഒരു സുന്ദരി. കാസിൻ്റെ ലാബിൾ മാത്രം ഫോട്ടോസ് അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും മാറ്റി. ഞാൻ എൻ്റെ ഫോട്ടോ ചെറുതായിട്ട് എനിക്ക് കൊടുത്തത്. അത് കുറച്ച് ഹൈലൈറ്റ് ആക്ക്. പിന്നെ ഇങ്ങനെ ഫോട്ടോ എടുക്ക്. അവരെന്നെ എനിക്ക് ഇങ്ങനെ പറയും ഇങ്ങനെ ഫോട്ടോ എടുക്ക്. അപ്പം ഞാനാണെങ്കിൽ അന്നേരം ഹെയറും പിന്നെ കഴുത്തിലൊരു ചരട ഇതെല്ലാം വെച്ചു. അവരോട് പറഞ്ഞ് ഇതൊരു സ്റ്റൈലായിരിക്കും, ആരും കൊണ്ടുവരാത്ത കുറച്ച് സംഭവങ്ങൾ ഇതിൻ്റെ അടുത്തുണ്ട്. അപ്പോൾ നീ അത് ഫോളോ അപ്പ് ചെയ്ത് എനിക്ക് വർക്കൗട്ട് ആവും. CD ഷോപ്പാണ്. പിന്നെ ഈ CD ഷോപ്പിന്റെ ടീംസിന് മൊത്തം പൈസ വാങ്ങാൻ ഞാനേ പോകേണ്ടത്. ഈ ഷെറഫൊക്കെ പോകുന്ന പോലെ ഞാനാ പോകേണ്ടത്. അപ്പൊ കറക്റ്റ് ഇതിന്റെ പൾസ് മനസ്സിലാവും. ജനങ്ങൾക്ക് എന്താണ് വേണ്ടത്, അല്ലെങ്കിൽ ഓഡിയൻസ് എന്താണ് ഈ CD വാങ്ങുന്നതിന്റെ പൾസ് എന്താണെന്ന് കറക്റ്റ് മനസ്സിലാക്കി അത് ഭയങ്കര വർക്കൗട്ടായി. മൂപ്പര കാരണവർ പൈസയെല്ലാം കൊടുത്ത് ഭയങ്കര ലാവിഷായിരുന്നു ആ സമയത്ത്. നമ്മള് ട്രിപ്പെല്ലാം പോയിട്ടുണ്ടായിരുന്നു, 1-2 ട്രിപ്പ്. ആ പൈസ നല്ല ഫണ്ട് അത്യാവശ്യം ഫണ്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു. രണ്ടാമത്തെ വർക്ക് ഇതേപോലെ തന്നെ ഇറങ്ങുന്ന സമയത്ത് ഇവിടെ കൊച്ചിയിലുള്ള ഒരു എൽഡോസ് പറഞ്ഞാൽ ഹലോ ടൂൺസ് അന്ന് വന്ന് തുടങ്ങുന്ന സമയം. ആ സമയത്ത് എന്നോട് പറഞ്ഞു ഇങ്ങനെ നിങ്ങളെ പാട്ട് ഹലോ ടൂൺ ചെയ്യാം. മാപ്പിളപ്പാട്ട് ഇതുവരെയായിട്ട് ഹലോ ടൂൺ വന്നിട്ടില്ല. മാപ്പിളപ്പാട്ടും ആൽബംസും അതേപോലെ ഇങ്ങനത്തെ കണ്ടന്റുകളൊന്നും വരാത്തൊരു ടൈം ഫസ്റ്റായിട്ട് നിങ്ങളെയാണ് ചൂസ് ചെയ്യുന്നത്, ഈ സോങ് ചെയ്യാൻ പറ്റുമോ ചോദിച്ചു. ഞാൻ അതെന്താ പരിപാടി എന്ന് വെച്ചു, മനസ്സിലാകുന്നില്ല. അപ്പം ഫോണിൽ വിളിച്ചു കഴിഞ്ഞാൽ പാട്ട് വെക്കും, 15 ഉറുപ്പ്യ പോകുമെന്ന് പറഞ്ഞു. ഞാൻ ചെയ്തല്ല ആര് ചെയ്യാൻ, എല്ലാത്തിനും ആർക്കും ഫണ്ടൊന്നും ഇല്ലാത്ത സമയം മൊബൈൽ റീചാർജ് എല്ലാം എല്ലാ ആൾക്കാരും കുറച്ച് ഇപ്പോഴത്തെ പോലെ അല്ലല്ലോ ഒന്ന് സംഭവം. ഒരു 10-15 വർഷം മുന്നൊന്നും ഭയങ്കര പ്രശ്നമാണ്. ഞാൻ വെച്ചാൽ മതി കൊടുക്കാം. പാട്ടെല്ലാം കൊടുത്ത് അതിൻ്റെ ഇടയ്ക്കെല്ലാം ആൽബം ഇറങ്ങി പോകുന്നുണ്ട് കേട്ടോ. ഒരു 6 മാസം കഴിഞ്ഞിട്ടുണ്ട് മൂപ്പരെ വിളിക്കുന്നത്. എടാ റിപ്പോർട്ട് കിട്ടിയിട്ടുണ്ട്, പിന്നെ മെയിൽ ID ഉണ്ടോ എന്ന് വെച്ച്. ഞാൻ ആ മെയിൽ ID ഉണ്ട് വന്ന്. റിപ്പോർട്ട് വന്നപ്പോൾ ഞാൻ വിചാരിച്ച് റിപ്പോർട്ട് ഞാൻ നോക്കിയിട്ടില്ല. അല്ല അവർ പറഞ്ഞ് പിന്നെ എടാ റിപ്പോർട്ട് എന്താ നീ നോക്കിയില്ലേ, മെയിൽ നോക്കിയില്ലേ? ഞാൻ നോക്കിയില്ല. അല്ല ഒന്ന് ഇൻവോയ്സ് ചെയ്യണം, പൈസ ഇൻവോയ്സ് ചെയ്യണം. ഓക്കെ എന്ന് പറഞ്ഞ് ഞാൻ റിപ്പോർട്ട് നോക്കുമ്പോൾ അന്ന് ചെറിയ ഫണ്ട് ഒന്നുമില്ല, 60,000 ഉറുപ്പ്യാണ്. ഞാൻ ആകെ ഷോക്കായി. ഹലോ ടൂൺസിനുള്ളിൽ ഇത്ര കാര്യം ഫണ്ട്. അന്ന് പിന്നെ ഈ ട്രെൻഡിങ് ഉണ്ട്, ഏത് 10 പാട്ട്, ഓരോ പാട്ട് ഈ പാട്ട് കേൾക്കാൻ 1 ഞെക്കൂ 2 ഞെക്കൂന്ന് പറഞ്ഞു. അതിലെല്ലാം എൻ്റെ പാട്ട് വന്നിട്ടുണ്ടായിരുന്നു. 60,000 ഉറുപ്പ്യ വന്നിട്ട് ഞാൻ ആകെ ഷോക്കായി. ഞാൻ എൻ്റെ നേരെ മൂപ്പറിനെ വിളിച്ച് ഞാൻ പറഞ്ഞു എൽഡോസ് ഭായി 60,000 ഉറുപ്പ്യ ഉണ്ടല്ലോ. എടാ 60,000 അല്ല 6 ലക്ഷം. അത് അന്ന് ഞാൻ ഷോക്കായി. അല്ല എനക്ക് നോക്കാൻ അറിയില്ല, കാരണം എന്താ വെച്ചാൽ മെയിലല്ലേ. അപ്പൊ നമ്മൾ എത്ര പെട്ടെന്ന് ഞാനാകെ ഷോക്ക്. ഞാൻ 6 ലക്ഷമോ എനിക്ക് പറഞ്ഞ് എന്തിൻ്റെ മുകളിൽ ഇത് കിട്ടിയാ നോക്കുമ്പോൾ വോഡാഫോൺ, എയർടെൽ ഇതിൻ്റെ A to Z റിപ്പോർട്ടുകൾ. അപ്പം ഞാൻ ചോദിച്ചു ഇത് ആരാ, ഇത് പാട്ടെല്ലാം എൻ്റെ വെക്കുന്നത്. എനിക്ക് മനസ്സിലായി 6 ലക്ഷം റവന്യൂ കിട്ടേണ്ടിക്ക് അത്യാവശ്യമല്ലേ. അപ്പം എന്നോട് പറഞ്ഞ് 6 ലക്ഷം അല്ല 12 ലക്ഷം രൂപേൻ്റെ മുകളിൽ പകുതി പൈസ നമ്മളെ കമ്പനിക്കാണ്, പകുതി എനിക്കാന്ന് പറഞ്ഞു. പിന്നെ എനിക്ക് 2 ബിസിനസ് രണ്ടായാലോ, ഇത് CD യുഗമായി ഇതുമായി. CD പരക്കിറക്കാൻ തുടങ്ങി. കാരണം വെച്ചാൽ ഒരു മാസത്തിൽ, കാരണം അന്ന് ആ ഫീൽഡ് സത്യം പറഞ്ഞാൽ കൊളാക്കിയ ഞാനായിരിക്കും സത്യം പറയല്. ഇപ്പോൾ ഓപ്പണായിട്ട് പച്ചക്ക് പറയും. കാരണം വെച്ചാൽ CD ഇറക്കിയിട്ട് കൊളാക്കിയ അന്ന് എനിക്ക് സപ്പോർട്ട് ചെയ്യാൻ മാർക്കറ്റിംഗ് കമ്പനീസ്. കാരണം അന്ന് ഓൾറെഡി ഇവർക്ക് ബിസിനസ്സാണ്. CD ഷോപ്പിൽ പോകുമ്പോൾ തനിച്ചേറല്ലേ നിങ്ങളെ കണ്ടു. അപ്പോൾ എനിക്കൊരു ചമ്മൽ വന്നു. എനിക്ക് ഭയങ്കര ഷെയ്യാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാളെടുക്ക് അങ്ങനെ നിൽക്കും ഭയങ്കര ഇതാവും. അപ്പോൾ ഞാൻ വെച്ചാൽ മാർക്കറ്റിംഗ് സ്റ്റോപ്പ് ചെയ്യാം, ചിലപ്പോൾ അത് ഇനി ഫണ്ട് കിട്ടില്ല, പെർസെൻറ്റേജ് ഇനി കമ്പനിക്ക് പോയാലും സാറില്ല വിചാരിച്ചിട്ട് പ്രൊഡക്ഷനിൽ മാത്രം ഒതുക്കി. ഒരു മാസത്തിൽ ഒരു 10 ആൽബം പ്രൊഡക്ഷൻ ചെയ്യും. 10 ആൽബം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആൽബത്തിൻ്റെ അത് 10 പാട്ടുണ്ടാവും, 100 പാട്ട്. അപ്പോൾ 100 പാട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഹാർഡ് വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര വർക്കായിരിക്കും. അപ്പോൾ അതിൽ ചിലപ്പോൾ ഒരു പുതിയ പാട്ട് എഴുതുന്ന ആൾക്കാർ, മ്യൂസിക് ചെയ്യുന്ന ആൾക്കാരുണ്ടാവും. നമ്മൾ CD-ന്റെ ബാക്കിലെല്ലാം പരസ്യം വെച്ചിട്ടുണ്ടാവും, അതുകൊണ്ട് യുവ ഗായകർക്ക് എഴുത്തുകാർക്ക് അവസരം തന്നെ. ഇത് മരണക്കോളായിരിക്കുമല്ലോ. അപ്പോൾ ഒരു നമ്പർ എൻ്റെ നമ്പർ ഉണ്ടായിരുന്നു ആ സമയത്ത്. അപ്പോൾ ഓൾറെഡി എൻ്റെ ഫ്രണ്ട്സിൻ്റെ ആൾക്കാർക്ക് തന്നെയാണ് ഞാൻ നമ്പറും കൊടുത്തത്. ഇവർ വിളിക്കും, എടാ ഒരു പാട്ടുണ്ട് ഇങ്ങനെ ചെയ്യാൻ പറ്റുമോ, തനിച്ചിനെ കൊണ്ട് പാടിക്കാൻ പറ്റുമോ എന്ന്. ഞാൻ പറയാം എല്ലാ പാട്ടും എടുത്തോ, നല്ലത് പടക്കൊന്നും നോക്കട്ടെ, എല്ലാ പാടും 20 പാടും. കാരണം നമുക്ക് പാട്ടിൻ്റെ എണ്ണം കൂട്ടണല്ലോ. 100 പാട്ടുണ്ടെങ്കിലേ 10 CD ഇറക്കും. ഈ 100 പാട്ടും ഹലോ ടൂൺ വെക്കണം, ഇങ്ങനെ കുറെ പരിപാടി ഉണ്ട്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഒരു സിംഗറെ പാടിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അവരോട് ആരോടും പറയും 100 നിങ്ങൾ വെക്കണോ, അല്ലെങ്കിൽ ചില ആൾക്കാർ ഇത്ര വെക്കണം, അങ്ങനെയെല്ലാം പറഞ്ഞിട്ട് അത് സെറ്റ് ചെയ്യാം. അങ്ങനെ ഒരുപാട് ആൾക്കാർ അതിൽ ചാൻസ് കൊടുത്ത് നോക്കുമ്പോൾ ഫീൽഡിൽ ഈ മാർക്കറ്റിംഗ് കമ്പനീസിന് തന്നെ ഈഗോ അടിക്കാൻ തുടങ്ങി. കാരണം
ഒരു മാസത്തിൽ ഇവര് 2 മാസം 3 മാസം കൂടുമ്പോൾ കഷ്ടപ്പെട്ടൊരു ഒരു CD, അതും ഞാൻ ചെയ്യുന്നതിനെക്കാട്ടിയും ക്വാളിറ്റിയിലും ഭയങ്കര ലെവലിൽ ചെയ്യുന്ന പരിപാടികൾ ഞാൻ എന്താ വെച്ച് കഴിഞ്ഞാൽ കൂട്ടിയും 10 വർക്ക് ഒരു മാസത്തിൽ ഒരു കണക്കൂട്ടാൻ ഞാൻ അത്യാവശ്യം നല്ല പാട്ടും പാടിയിട്ടുണ്ട് കേട്ടോ. ആ സമയത്ത് ഇത്രയും CD വരുന്നു. പിന്നെ ഇവർ 50-70 ഉറുപ്പിക്ക് റേറ്റ് കൂട്ടുന്ന സമയത്ത് ഞാൻ റേറ്റ് കുറച്ചുണ്ടായിരുന്നു എനിക്ക്. കാരണം പ്രോഫിറ്റ് ആണ് സംഭവം, നല്ല ലാഭമാണ് വരുന്നത് ആ സമയത്ത്. പിന്നെ അത് എനിക്ക് ഇങ്ങനെ ചിന്തിക്കാൻ തുടങ്ങി, ഇത് വർക്കൗട്ട് ആക്കണം. ഹലോ ടൂൺസിൻ്റെ അടുത്ത് കുറേ പാട്ടുകൾ കൊടുക്കണം. അന്ന് ബിസിനസ് ഹലോ ടൂൺ ആയല്ലോ. പാട്ടിൻ്റെ എണ്ണം കൂട്ടി കമ്പനിക്കൊരു പേരായി, ഏത് താൾ ബോയ്സ് വിഷൻ എന്ന് പറഞ്ഞിട്ട്. അത് ആകെ 10-20 പാട്ടിലെ കമ്പനി നേരെ 1000-2000 പാട്ടിൻ്റെ അടുക്ക ഇതായി. ഈ 2000 പാട്ടെല്ലാം നമ്മൾക്ക് ഉണ്ടെങ്കിൽ പുറമേ കമ്പനി നമുക്ക് അഡ്വാൻസ് പേയ്മെന്റ് വരും. ഒരു 1 ഇയറിലേക്ക് 1 CR, ചിലപ്പോൾ 2 CRൻ്റെ അടുക്ക് ആ സമയത്ത് ഹലോ ടൂൺസിന്. അങ്ങനെ 1-2 കമ്പനീൻ്റെ അടുക്ക ഞാൻ എന്താ വേണ്ടേ അഡ്വാൻസ് പേയ്മെന്റ് കിട്ടി. ഈ അഡ്വാൻസ് പേയ്മെന്റ് 1 CRൻ്റെ അടുക്കലും ഫസ്റ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഈ 1 CR കിട്ടിയ സമയത്ത് ഞാൻ ചിന്തിച്ച് ഒരു ഫണ്ട് ഞാൻ അനാവശ്യമായിട്ട് ഇതാക്കില്ല കേട്ടോ. കാരണം ഈ ഫീൽഡിലേക്ക് വേണ്ടിയിട്ട് നല്ലോണം ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. അല്ലാണ്ട് എനിക്കൊന്ന് ഫുഡ് കഴിക്കാനും പിന്നെ കുറച്ച് ആൾക്കാരെ ഹെൽപ്പ് ചെയ്യാൻ എൻ്റെ ഫ്രണ്ട്സിൻ്റെ സംഭവങ്ങളിലാണ്ട് അനാവശ്യമായിട്ട് ഞാൻ ഈ ഫീൽഡിൽ ഒരു ഫണ്ട് പോലും ഞാൻ ചിലവാക്കിയിട്ടുണ്ട്. ഈ ഫീൽഡിൽ നിന്നല്ല, ഞാൻ എൻ്റെ ലൈഫിൽ ഞാൻ ചിലവാക്കിയിട്ടുണ്ടാവില്ല. സ്റ്റാർട്ടിങ് അങ്ങനെ നമ്മുടെ കമ്പനീൻ്റെ സംഭവങ്ങൾ വന്ന് അത് കഴിഞ്ഞിട്ടാണ് പിന്നെ യൂട്യൂബിൻ്റെ 2013 തോന്നുന്നു, 14 ആ സമയത്ത് 11 വർഷമായി യൂട്യൂബ്. ആ യൂട്യൂബില് ഈ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ ഈ പറഞ്ഞ വരുമാനം അല്ലെങ്കിൽ റവന്യൂ കിട്ടുമെന്ന് ഓൾറെഡി പ്ലാൻ ചെയ്ത് കൺഫേം. ഇന്ന് ഇവിടെ ഫിലിം ഇൻഡസ്ട്രിയിലെ ഏറ്റവും ടോപ്പിൽ നിൽക്കുന്ന മാർക്കറ്റിംഗ് കമ്പനീസും അതുപോലെ ഇതിന്റെ ഡിജിറ്റൽ സൈഡിലെ എല്ലാ ടീംസും എൻ്റെ അന്നത്തെ ബാക്കിംഗ് സപ്പോർട്ടിലുള്ള ആൾക്കാരായിരുന്നു. അതുകൊണ്ട് എന്ത് കാര്യങ്ങൾ അവർ എൻ്റെ ഓപ്പൺ ആയിട്ട് പറയും. ഞാൻ പിന്നെ എന്ത് കാര്യങ്ങൾ അവർ ചിലപ്പോൾ ചിന്തിക്കാത്ത കാര്യങ്ങളിൽ ഞാൻ ചിലപ്പോൾ കുരുട്ടൂതിയിലൂടെ പറയും, ഇങ്ങനെ ചെയ്താൽ ചിലപ്പോൾ ഇങ്ങനെ വർക്കൗട്ട് ആയ ചാൻസ് ഉണ്ട്. അങ്ങനെ ഒരുപാട് പടത്തിന്റെ പ്രൊമോഷൻ പോലും നമ്മളിങ്ങനെ ബേസിക് നമ്മളൊരു ഐഡിയ പറഞ്ഞു കൊടുക്കും ഇങ്ങനെ സംഭവം. അപ്പോൾ അവർ എൻ്റെ അടുക്ക് എന്ത് ചെയ്യും പറഞ്ഞു കൊടുക്കുന്നത് കൊണ്ട് എനിക്കും ഇതേപോലെ എല്ലാ കാര്യങ്ങളും പറഞ്ഞുതരും. പിന്നെ അന്ന് റവന്യൂ കിട്ടുന്ന കുറച്ച് പരിപാടികളുണ്ട്. ഇപ്പോൾ സിംഗിൾ കണ്ടന്റിനും അതുപോലെ ജുക്ക് ബോക്സ് 1 hour കണ്ടന്റ് അങ്ങനെ ആയിട്ട് കുറേ പൈസ കിട്ടുന്ന കൂടുതൽ പരിപാടികളുണ്ട്. അതെല്ലാം മൂപ്പർ ഇങ്ങനെ പറഞ്ഞു തരും. എന്നോട് പറഞ്ഞു, ഒരു കണ്ടന്റ് ഒരു ചാനലല്ലേ, നീ ഒരു 10 ചാനൽ ഉണ്ടാക്കിയിട്ട് അത് നേരെ തിരിച്ചും മറിച്ചു വിടുക എന്ന് പറഞ്ഞു. നേരെ എന്ത് ചെയ്ത് തിരിച്ചും കാരണം വെച്ചാൽ അന്ന് ആൽബത്തിന്റെ യൂട്യൂബിന്റെ ഒരു കണ്ടന്റ് ഇട്ട് കഴിഞ്ഞാൽ അന്ന് ഏറ്റവും കൂടുതൽ വ്യൂസും നമുക്ക് തന്നെ ആയിരുന്നു കേട്ടോ. ഫുൾ ആ സമയത്ത് ട്രെൻഡ് ആക്കി കൊണ്ടാകുന്നതും ആൽബം മാപ്പിളപ്പാട്ട് താൾബോയ്സ്. ഇന്ന് എനിക്കൊന്ന് ഏറ്റവും കൂടുതൽ മാപ്പിളപ്പാട്ട് ആൽബത്തിൽ ഏറ്റവും കൂടുതൽ സബിലെ ചാനലും എൻ്റെ ചാനലാണ്. എൻ്റെ വെച്ചാൽ താൾബോയ്സ് എന്ന് പറഞ്ഞ ചാനലാണ്. സബിലെ ചാനലും വ്യൂസിലെ ചാനലും നമ്മളാണ്. ഏറ്റവും കൂടുതൽ ചാനലുള്ളത് നമുക്കാണ്. അന്ന് കുറേ പാട്ടുകൾ ഉണ്ടാക്കിയത് വെച്ചതുകൊണ്ട് ഇന്നങ്ങനെ ഓവർ പാട്ട് ചെയ്യണ്ട. പക്ഷെ അന്ന് വേറെ കാര്യം വെച്ച് കഴിഞ്ഞാൽ ഞാനൊരു 1000 പാട്ട് പാടിയിട്ടുണ്ടെങ്കിൽ നല്ല പാട്ട് എന്ന് പറയാൻ ചിലപ്പോൾ ഒരു 100 പാട്ട്, ചിലപ്പോൾ 200 പാട്ടായിരിക്കും. ബാക്കി 900 അല്ലെങ്കിൽ 800 ഓരോ ആൾക്കാർക്ക് വേണ്ടിയിട്ട് ചിലപ്പോൾ ഹെൽപ്പ് ചെയ്ത് കൊടുക്കും. ചിലപ്പോൾ എന്നോട് പറയുന്നത് ഈ ഒരു പാട്ട് പാടിത്തരും അല്ലെങ്കിൽ എഴുതിയിട്ട് ഒരു കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഒരു എന്നോട് ബന്ധമില്ലാത്ത സാധനങ്ങൾ. പക്ഷെ ഞാനന്ന് ഓൾറെഡി ഞാനൊന്നില്ല ആർട്ടിസ്റ്റിനെ അന്നും ഇന്നും സ്റ്റാൻഡേർഡ് അല്ലെങ്കിൽ ഇങ്ങനെ പാടണം അങ്ങനെ പാടണം എന്ന് ഞാൻ ചിന്തിച്ചില്ല. ഞാൻ ചിന്തിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ മാക്സിമം ഫണ്ട് ഉണ്ടാക്കിയിട്ട് എന്ത് ചെയ്യുക, പ്രൊഡക്ഷൻ ചെയ്യുക. പിന്നെ ഞങ്ങൾക്ക് ചിലപ്പോൾ ഒരു 4-5 വർഷം കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല ഫണ്ട് ഉണ്ടാക്കി കഴിഞ്ഞാൽ എനിക്ക് പല പരിപാടിയും ചെയ്യാൻ പറ്റും. ഞാൻ ചിലപ്പോൾ എനിക്ക് ശ്രേയ ഘോഷലിനൊപ്പം തന്നെ പാടാൻ പറ്റും. കാരണം ഫണ്ട് അല്ല ശ്രേയന്റെ ഞാൻ ഓൾറെഡി ഒരു പാട്ട് എന്തൊരു മധുരം എന്ന് പറഞ്ഞൊരു പാട്ടിന്റെ ഒരു 2016 തോന്നുന്നു ശ്രേയനെ കണക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നെ ആദ്യം റഹി മാധവനാട് നിന്ന് ഒരാളുണ്ട്. എന്നെ ആദ്യമായിട്ട് ഗൾഫിൽ ഷോയിൽ കൊണ്ടുവന്ന ഒരാളാണ്. അപ്പൊ മൂപ്പറായിരുന്നു ഗൾഫിലെ ശ്രേയ ഘോഷലിന്റെ മൊത്തം ഷോ കോർഡിനേറ്റ് ചെയ്യുന്നത്. അപ്പൊ ഞാൻ അത് മൂപ്പറെ വിളിച്ചിട്ട് വന്ന് എനിക്കൊരു പാട്ടിങ്ങനെ ശ്രേയനെ വെച്ചിട്ട് ചെയ്യണമെന്നുണ്ട്. പൈസ പ്രശ്നമില്ല, പൈസ എൻ്റെ അടുക്കുണ്ട്, പൈസ പ്രശ്നമില്ല. കാരണം ആൽബത്തിൽ നിന്ന് ഫണ്ട് ഇറക്കൂല ആരും. ഞാൻ പൈസ പ്രശ്നമില്ല എന്ന് പറഞ്ഞിട്ട് ലാസ്റ്റ് എല്ലാം ഓക്കെ ആയി. പിന്നെ ഫണ്ട് പറഞ്ഞു, ചെറിയ ഫണ്ട് മൂപ്പർ പറഞ്ഞു. ആ സമയത്ത് ശ്രേയ അന്ന് കിഴക്ക് പൂക്കും അങ്ങനത്തെ പാട്ടെല്ലാം ക്ലിക്ക് ആയി ആ സമയത്ത്. അപ്പൊ ശ്രേയ ഒരു കണ്ടീഷൻ വെച്ചാല് ആൽബം പാടൂല, ഫിലിമിൽ മാത്രമേ പാടൂ. പിന്നെ മ്യൂസിക് ഡയറക്ടർ ഇതൊന്നും അവർക്ക് സീനില്ല, ഫിലിമിൽ മാത്രമേ പാടൂ എന്ന്. അപ്പൊ ഞാൻ പിന്നെ റെയ്മിക്കാനോട് ഞാൻ പറഞ്ഞു ആൽബമായിട്ടേ നമുക്ക് ഇറക്കാൻ പറ്റുമോ. അപ്പൊ ഞാൻ പറഞ്ഞു ഒരു കാര്യം ചെയ്യാം, ഫിലിമെന്ന് പറഞ്ഞിട്ട് അവരോട് വരാൻ പറ, പാടിപ്പിക്കാലെന്ന് പറഞ്ഞു. അപ്പൊ പറഞ്ഞടാ ഇവിടെ ഇതുപോലെയല്ല, ചിലപ്പോൾ അത് കേസാവും, പ്രശ്നമാവും. പിന്നെ എങ്ങനെ ചിന്തിച്ച് ഇതാരെ കൊണ്ട് പാടിക്കണം. അന്ന് പിന്നെ വൈക്കം വിജയലക്ഷ്മി ആയിരുന്നു അന്ന് ട്രെൻഡിൽ നിൽക്കുന്ന സമയം ഈ ഫിലിം ഇൻഡസ്ട്രി മലയാളത്തിൽ. മൂപ്പറെ കൊണ്ട് പാടിപ്പിച്ച് പാട്ട് പിന്നെ യൂട്യൂബിൽ ഇറങ്ങി. ഇപ്പോഴാ പഴയ സീഡികളൊക്കെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടോ? CD ഒരുവിധം എല്ലാം ഉണ്ട് എൻ്റെ ഓഫീസിൽ. മൊത്തം പഴയ തുടക്കം മുതലുള്ള എല്ലാം
എന്താ പറയണ്ടേ, പണ്ട് സ്കൂളിൽ കലോത്സവം ഇങ്ങനത്തെ മദ്രസയിൽ ഇങ്ങനത്തെ പാടി പേപ്പറിലും ഫോട്ടോ എല്ലാം വരുമല്ലോ, അതടക്കം എല്ലാം സേവ്. ഇപ്പൊ എനിക്ക് തോന്നുന്നു ഇങ്ങനെ പാട്ടിൽ ഏറ്റവും കൂടുതൽ പ്രണയ സോങ്ങുകളുണ്ട്. അത് കണ്ടിട്ട് ഈ പ്രണയം പൂവണിഞ്ഞ ആളുകളുണ്ട്, ഒളിച്ചോടിയ കഥകളുണ്ട്. ഒരു സമയത്ത് കഴിഞ്ഞാല് ഞാൻ പറഞ്ഞല്ലോ, ഒരു കമ്പനി നടത്തുന്നത് കൊണ്ട് അതിന്റെ കോണ്ടാക്ട് നമ്പർ സീഡിന്റെ ബാക്കിൽ ഒരു നമ്പർ എന്റെ നമ്പർ ആയിരുന്നു. ഞാൻ സത്യം പറഞ്ഞാൽ ആ നമ്പർ മാറ്റുക ചെയ്തത്. ഒരു എത്ര കോളെന്ന് അറിയാം, ഹെവി കോളാ. അന്ന് എല്ലാവരും ഷാഫിക കല്യാണം കഴിച്ചിട്ടുണ്ട്, എല്ലാവരും കല്യാണം കഴിച്ചിട്ടുണ്ട്, ഞാൻ മാത്രമേ കട്ടാണ്ടില്ലോ. ഒരുവിധ കോള് പോത്ത് അന്ന് ഹെവി കോളായിരുന്നു. ഫോണല്ല എന്നിട്ട് ഞാൻ ചോദിച്ചത് എന്താണ് ഇവര് വിളിക്കുന്നത്, ഇത്രക്കാരും കോള് വിളിക്കുന്നത്. അപ്പോൾ ഞാൻ ഓൾറെഡി ബിസിനസ് മൈൻഡിൽ മാത്രം ചിന്തിക്കുന്നത് കൊണ്ട് ഈ ഒരു പാട്ട് കേട്ടിട്ട് ഇങ്ങനെ ഇഷ്ടപ്പെടും അങ്ങനെ ഒരു മൈൻഡ് ഇല്ലായിരുന്നു എനിക്ക്. പിന്നെ അവർ ഫോൺ എടുക്കൂട്ടാ, ഏത് വന്നാലും ഇപ്പൊ ഇടുന്ന കാസർഗോഡ് നിന്ന് സംസാരിക്കുന്നതിന് അടുത്ത തിരുവനന്തപുരത്തായിരിക്കും. ചിലപ്പോൾ നമ്മൾ ചിലപ്പോൾ എന്തെങ്കിലും തിരക്ക് കാര്യങ്ങളായിരിക്കും, ഫോണ് അറ്റൻഡ് ചെയ്യായിരുന്നു ഒരു സമയത്ത്. പിന്നെ എനിക്ക് മനസ്സിലായി ഇതിനെല്ലാം ഒരു ടൈം ഷെഡ്യൂൾ ഇട്ടില്ലെങ്കിൽ പാളിപ്പോകും. അത് പിന്നെ എന്തുകൊണ്ട് ഫോൺ എടുക്കാൻ ഒരു ടൈം ആക്കി. ഇപ്പൊ പ്രണയിക്കുന്ന ആളുകൾക്ക് വരെ അങ്ങനത്തെ സോങ് ആണല്ലോ നമ്മൾ രാത്രി സ്വപ്നം കണ്ടിട്ട് ഇക്കാന്റെ പാട്ടൊക്കെ കാണാം. അപ്പൊ അവരുടെ ലവ് സ്റ്റോറിക്ക് ഹെൽപ്ഫുൾ ആയിരുന്നു എപ്പോഴെങ്കിലും വന്ന് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? എന്റെ ഫ്രണ്ട്സ് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ, ഇങ്ങനെ ഓരോ ലവ് സ്റ്റോറി. നമ്മളെ പണ്ട് ഈ ആൽബത്തിന്റെ അടുത്ത് ഇങ്ങനെ ഞാൻ പറഞ്ഞല്ലോ കുറെ പാട്ട് ഇറക്കുന്നത് കൊണ്ട് ഇതിന് കഥ വേണല്ലോ. അപ്പൊ എന്തെല്ലാം കഥകൾ ഉണ്ടാക്കണം എത്ര ഓരോ ആൾക്കാർ വന്നിട്ട് എടാ എനിക്കൊരു സ്റ്റോറി പറയാനുണ്ട് ധൻസിക്ക, നിങ്ങളൊന്ന് നമ്പർ തരണം. പ്രോഗ്രാമിന് ഇങ്ങനെ നമ്മളിപ്പോ ഓഡിയൻസ് ആയിട്ട് ഭയങ്കര കണക്ട് ആയിരിക്കും. പ്രോഗ്രാമിനെല്ലാം പോയി ചോദിച്ചാല് നമ്പർ വാങ്ങിക്കും, ഞാൻ നമ്പർ കൊടുക്കും. എൻ്റെ കാര്യമായ ഒരു കഥ ഉണ്ട്, എൻ്റെ ഇങ്ങനെ ബ്രേക്കപ്പ് ആട് പറ്റിയതാണ്. ഞാൻ ഇവര് ഭയങ്കര കരഞ്ഞിട്ടല്ലേ ഒരു സബ് സ്റ്റോറി, എനിക്ക് സംബന്ധിച്ച് ചിരിയാ വരെ. അപ്പൊ ഞാൻ ചിന്തിക്കും ഈ ഒരു ഷോട്ട് ഇങ്ങനെ ഇടാം, അനുപല്ലവിൽ ഈ ഒരു സീക്വൻസ് ഇടാം അതെല്ലാം പറഞ്ഞിട്ട് അങ്ങനെ ഒരുപാട് കഥകൾ അങ്ങനെ കുറേ ഉണ്ട്. എൻ്റെ ഒരുവിധം സ്റ്റാർട്ടിങ് ആൽബംസ് മൊത്തം പരിപാടികളും റിയൽ സ്റ്റോറീസ് മൊത്തം പരിപാടി. ഈ റിയൽ സ്റ്റോറി കേട്ടിട്ട് ഒരിക്കലും വീഡിയോയിൽ ആഡ് ചെയ്യാൻ പറ്റാത്ത കഥകൾ കേട്ടിട്ടുണ്ടോ? എത്രയോ കഥകൾ കേട്ടിട്ടുണ്ട്. കാരണം നമ്മള് ചില കഥകളൊന്നും നമുക്ക് ആൽബത്തിൽ യൂസ് ചെയ്യാൻ പറ്റൂല. അന്ന് കുറേ ആൾക്കാർ അങ്ങനെ ഒരുപാട് കഥകളും, പക്ഷെ അവർക്ക് അത് റിയൽ ലൈഫായിട്ട് ഭയങ്കര സങ്കടത്തിലും അങ്ങനെയെല്ലാം എന്ന് വിളിച്ചു പറയാം. പക്ഷെ എനിക്കിത് കേട്ട് കഴിഞ്ഞാൽ ഞാൻ ചില സമയത്തെല്ലാം കാറിൽ ലൗഡ് സ്പീക്കറിലായിരിക്കും ചിലപ്പോൾ ഫ്രണ്ട്സെല്ലാം എടുത്ത് ചിരിക്കുന്നുണ്ടോ, ഭയങ്കര നമ്മൾ സീരിയസ് ആയിട്ട് ആൾ പറയുന്നുണ്ടാവും. അപ്പൊ ചില സമയത്തെല്ലാം മ്യൂട്ടാക്കി നമ്മുടെ ചിരിക്കല്ലടാ കറങ്ങാണ്ടിരിക്കും. പിന്നെ കൊണ്ട് ചെറുങ്ങനെ പൊട്ടി ചിരിക്കും വരും. ഇപ്പം ഒരുപാട് ഫാൻസ് ഉണ്ടാവും, ഗേൾ ഫാൻസ് ആണ് ഏറ്റവും കൂടുതൽ. അപ്പൊ എങ്ങനെയാ ഹാജിറ ലൈഫിലേക്ക് വരുന്നത്? കാരണം കൊറേ ഗേൾസിനൊക്കെ വിഷമിപ്പിച്ചിട്ടുണ്ടായിരിക്കും. ഷാജുൻ വൈഫിന്റെ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാല് എനിക്കെന്താ പറയാ, ഇപ്പൊ ഈ പറഞ്ഞല്ലോ ഫ്രണ്ട്സിന്റെ സംഭവങ്ങളെല്ലാം, എന്റെ ചിലപ്പോ ഒരു 50 ഫ്രണ്ട്സ് അല്ലെങ്കിൽ എൻ്റെ ഉമ്മ ഇവരെല്ലാം ചെയ്ത എല്ലാ കാര്യങ്ങളും ഒറ്റൊരാള് അവള് ചെയ്യും. അവള് ചെയ്യുന്ന കഴിഞ്ഞാൽ അതാണ് എൻ്റെ ലൈഫിൽ എന്താ ഒരു ടേണിങ് പോയിന്റ് ആയിരുന്നു. ഞാൻ കല്യാണം ഒരു 2-3 വർഷം കൂടി കഴിഞ്ഞിട്ട് കല്യാണം കഴിക്കാന്ന് വിചാരിച്ച ഒരാളായിരുന്നു. അല്ല അങ്ങനെയല്ല, കാരണം സത്യം പറഞ്ഞാൽ ഞാൻ ലവിന്റെ സംഭവത്തിലൊന്നല്ല. കാരണം എൻ്റെ ഒരു മൈൻഡിലുണ്ടായിരുന്നു എങ്ങനെയെങ്കിലും ബിസിനസ് സെറ്റ് ചെയ്യുക, മൂവി പ്രൊഡക്ഷന്റെ ഒരു പരിപാടി പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന്റെ ഒരു പ്രൊഡക്ഷൻ ചെയ്യുമ്പോൾ അതിന്റെ ബാക്കിൽ കുറച്ച് പണികളുണ്ടല്ലോ. അപ്പം നിൽക്കുന്ന സമയത്തായിരുന്നു പിന്നെ വെച്ച് കല്യാണം ഇപ്പം കഴിക്കാം. കല്യാണം കഴിച്ച ഒരു 4-5 വർഷം കഴിഞ്ഞതിന് ശേഷം ആ പ്രൊഡക്ഷൻ പരിപാടികളിലേക്ക് നീങ്ങാൻ വിചാരിച്ച്. പിന്നെ ഓള് ഭയങ്കര സംഭവം എന്താ പറയുക, ഞാനിപ്പോൾ ഇന്ന് ലൈഫിൽ പല ആൾക്കാരെയും കാണുന്നുണ്ട്, ഗേൾസിനായിക്കോട്ടെ ബോയ്സിനായിക്കോട്ടെ ഉമ്മമാരായിക്കോട്ടെ അല്ലെങ്കിൽ പല ആൾക്കാരും. പക്ഷെ അതും നല്ലൊരു വെറൈറ്റി ക്യാരക്ടറാണ്, എല്ലാവരും ഒരാളായിട്ട് ഒരു ചേഞ്ചാണ് ക്യാരക്ടർ. കാരണം എന്നുകൊണ്ട് എനിക്ക് തോന്നുന്നില്ല ഓളപ്പോലത്തെ ഒരു ക്യാരക്ടർ എൻ്റെ ലൈഫിൽ ഞാൻ വേറെ സംഭവം കണ്ടില്ല. എനിക്ക് പിന്നെ എന്നുകൊണ്ട് എൻ്റെ ഭാര്യയോട് പറയുന്നതല്ല, ഒരു വേറെ തന്നെ ഒരു സംഭവമാണെന്നുള്ളൂ എല്ലാം കൊണ്ടും. നിങ്ങളൊരു ലവ് മാരേജ് ആയിരുന്നു? ലവ് മാരേജ് ആയിരുന്നു. പ്രണയ സ്റ്റോറി ഞാൻ അവളായിട്ട് കുറെ മുന്നേ ഇതുണ്ട്, കോണ്ടാക്ട് ഉണ്ട്. അവള് 10ാം ക്ലാസ് പഠിക്കുന്ന സമയത്ത് കോണ്ടാക്ട് ഉണ്ട്. എൻ്റെ ഓളെ നാട്ടില് ഷൂട്ടിങ്ങിന് പോയിട്ടുണ്ടായിരുന്നു, കാസർഗോഡല്ലേ. പിന്നെ കാസർഗോഡ് ആരെടുക്കാൻ ഞങ്ങൾക്ക് വേറെ തന്നെ ഒരു സ്പെഷ്യൽ ഇഷ്ടം കാസർഗോഡ് ആരെടുക്കുന്നുണ്ട്. അങ്ങനെ സ്റ്റാർട്ടിങ്ങിൽ ഇതുണ്ട്. പിന്നെ ഒരു ഫ്രണ്ട് എന്നുള്ള ലെവലിൽ നമ്മൾ കോണ്ടാക്ട് ചെയ്യുന്നു. പിന്നെ അത് ഫ്രണ്ട് നേരെ ലവിലേക്ക് മാറുകയായിരുന്നു. ലവിലേക്ക് മാറാൻ വെച്ചാൽ നമ്മളിപ്പോൾ ഒരാൾക്ക് സംസാരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവില്ല, ചിലപ്പോൾ ഫ്യൂച്ചറിൽ ചിലപ്പോൾ ഇത് വർക്കൗട്ട് ആകാൻ ചാൻസ് ഉണ്ട്. ഞാൻ ചിലപ്പോൾ ഇപ്പോൾ ഒരുപാട് എൻ്റെ മീഡിയയിൽ തന്നെ അല്ലെങ്കിൽ ഇപ്പോൾ വ്ളോഗേഴ്സ് അങ്ങനെ ഒരുപാട് ആൾക്കാരെ കല്യാണം കഴിഞ്ഞ് ഡൈവോഴ്സ് പെട്ടെന്ന് തന്നെ പ്രശ്നങ്ങൾ വരുന്നെന്ന് പറഞ്ഞു. അപ്പോൾ ഇതിനെപ്പറ്റി ഞാൻ ആദ്യം പഠിച്ച്. കാരണം കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ എന്തെല്ലായിരിക്കും, കാരണം നമ്മളെ ക്യാരക്ടർ നല്ലോണം പഠിച്ചു. കാരണം എന്താ വെച്ച് കഴിഞ്ഞാല് അല്ല ഫസ്റ്റ് നമ്മൾ എന്താ വെച്ച് കഴിഞ്ഞാല് പഠിക്കണം.
കാരണം കല്യാണം കഴിക്കുന്നതിന് മുന്നേ ഒരു ഗേൾ എന്താണെന്നുള്ളത്, അല്ലെങ്കിൽ അവർ നമ്മുടെ ബോയ്സുമായിട്ട് ഭയങ്കര ഡിഫറെൻ്റ് ആണ് ഗേൾസ്. അവരെ എന്താണെന്നുള്ളത് പഠിക്കണം. അത് പഠിക്കണ്ടിക്ക നമ്മളെ ഫ്രണ്ട്സിൻ്റെ വൈഫുമാരോട് ഫസ്റ്റ് ചോദിക്കണം, അല്ല ഫ്രണ്ട്സിനോട് ചോദിക്കണം അവരെ വൈഫുമാരെ കുറിച്ചിട്ടും, അല്ലെങ്കിൽ നമ്മളെ ബാക്കിയുള്ള ആൾക്കാരെ നിങ്ങളെ വൈഫ് എങ്ങനെയായിരുന്നു, എന്തിനാണ് ചൂടാകുന്നത്, അല്ലെങ്കിൽ എന്തിനാണ് പ്രശ്നങ്ങൾ സംഭവിക്കുന്നത്, ഇതെല്ലാം. പക്ഷെ ഞാൻ ഓളായിട്ട് ഭയങ്കര കച്ചറ ഉണ്ടായിരുന്നു. പക്ഷേ നമ്മൾ മാക്സിമം ഒരു 10 മിനിറ്റ് 15 മിനിറ്റ് അതിൻ്റെ ഉള്ളിൽ നമ്മൾ നേരെയാവും. പിന്നെ ഓരോ കാര്യങ്ങൾ പഠിച്ചെടുത്തല്ലോ, അപ്പൊ എനിക്ക് മനസ്സിലാവും ഇവിടെ തൊട്ടാ പ്രശ്നമാണ്, അവിടെ തൊട്ടാ പ്രശ്നം. അതുകൊണ്ട് എല്ലാം മനസ്സിലാക്കി വെച്ചിട്ട് ഞാൻ അവളുടെ അടുക്ക. പക്ഷെ ഓള് എന്താ പറയണ്ട, എന്ത് കാര്യങ്ങളും പച്ചക്ക് ഓപ്പൺ ആയിട്ട് പറയും. അത് ചെറിയ കാര്യമായാലും വലിയ കാര്യമാണോ കറക്റ്റ് ഓപ്പൺ ആയിട്ട് പറയും. എന്ത് കാര്യങ്ങൾ പറയാനുണ്ടെങ്കിൽ തന്നെയും ഉറങ്ങുന്നെടുക്കുന്ന ആൻസർ വിളിച്ചിട്ട് അത് പറഞ്ഞിട്ട് അവൾക്ക് മനസ്സിലാവാറുണ്ടാവും. എനിക്കത് വീഡിയോസിൽ വന്നിട്ടുണ്ടല്ലോ, വീഡിയോസില് ആൽബത്തിലെല്ലാം കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷെ ഈ കല്യാണം കഴിഞ്ഞതിന് ശേഷം ഓള് എൻ്റെ ഉമ്മ എന്ന് പറഞ്ഞാൽ ഭയങ്കര ദീനിയും എന്താ പറയണ്ട ഇസ്ലാമിക് ഒരു ഫാമിലിയാണ്. അപ്പോൾ നിസ്കാരം ഇങ്ങനത്തെ പരിപാടിയല്ലാന്ന്. അപ്പോൾ ഞാൻ പുറക്ക് പോയി കഴിഞ്ഞാൽ ഭയങ്കര നിസ്കാരവും പരിപാടി, പുറത്തിറങ്ങിയ ഒരു പരിപാടി ചാട്ടല്ല. എന്നുവെച്ചാൽ ടൈം ചിലപ്പോൾ കിട്ടാത്ത സമയം കൊണ്ടല്ലോ. വൈഫ് വന്നതിൻ്റെ ശേഷം പിന്നെ അത് മൊത്തം അതിലേക്കായി. വീഡിയോ ചെയ്യുന്നില്ല. പിന്നെ നമ്മളുടെ വീഡിയോ ചെയ്യണ റീൽസിലെല്ലാം ഇടുക, അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിലും അല്ലെങ്കിൽ യൂട്യൂബിലെല്ലാം ഷോർട്സ് വന്നിട്ടില്ലെങ്കിൽ ആൾക്കാർ വിചാരിക്കും നമ്മൾ രണ്ടാളും എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവും, നീ എന്തെങ്കിലും ചെയ്യുന്നില്ല. ലാസ്റ്റ് ഞാൻ എന്ത് ചെയ്ത്, ഞാൻ ഓളെ പേരിൽ ഞാൻ തന്നെ അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്ത്, ഞാൻ നിൻ്റെ പേരിൽ അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, നീ ഫോണിൽ യൂസ് ചെയ്തോ ഞാൻ യൂസ് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് ഞാൻ വീഡിയോ എല്ലാം എടുത്ത് ചിലപ്പോൾ കൊളാബ് ഇപ്പോൾ ഇടുന്ന എല്ലാ വീഡിയോസും ഞാൻ പറഞ്ഞിട്ട് ഇടുന്നത്. അല്ലാണ്ട് പുള്ളിക്കാരി ഒരു ചേഞ്ചായി. അതെന്താ വെച്ചാൽ കല്യാണം കഴിഞ്ഞതിന് ശേഷം ടോട്ടലി ഒന്ന് ചേഞ്ചായി. പിന്നെ എൻ്റെ മോനെ നോക്കേണ്ട പരിപാടിയിലേക്കായി. മോൻ ഇങ്ങനെ ആൾക്കും ഇങ്ങനെ ആഗ്രഹമുണ്ടോ പാട്ട്? ഒരിക്കലും ഞാൻ ഈ ഫീൽഡിൽ പാട്ടുകാരനായിട്ട് കൊണ്ടുവരില്ല. പാട്ടുകാരൻ അതെന്താ വെച്ച് കഴിഞ്ഞാൽ എനിക്കറിയാം ഈ ഫീൽഡിൽ ഞാൻ അനുഭവിച്ച പ്രശ്നങ്ങൾ. അപ്പോൾ ഞാനിപ്പോൾ ഈ ചെയ്യുന്ന ബിസിനസ്സിൻ്റെ എല്ലാം എനിക്കിപ്പോൾ പറയാൻ പറ്റൂല. ചിലപ്പോൾ ഓനിപ്പോൾ ആ 2.5 വയസ്സായിട്ടില്ലേ, ചിലപ്പോൾ ഭാവിയിൽ ചിലപ്പോൾ ഓൻ പറയുന്നത് എനിക്ക് ഇങ്ങനെ വേണം. പക്ഷെ ഞാൻ ഓനോടൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കും. അതുകൊണ്ട് പപ്പ ഇത്രയും ഹാർഡ് വർക്ക് ചെയ്തിട്ടാണ് ഇത്രയും കൊല്ലം കൊണ്ട് ഉണ്ടാക്കിയ ഒരുപാട് ബിസിനസ് ഉണ്ട്. ബിസിനസ് പറഞ്ഞാൽ ഇതിൽ അത്യാവശ്യം എൻ്റെ നല്ലൊരു ഫണ്ട് ഇറങ്ങിയിട്ടുണ്ട്. ഫണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ ഫണ്ടല്ല, അത്യാവശ്യം നല്ല ഹെവി ഫണ്ട്. അപ്പോൾ അത് ആ ഫണ്ട് ഇറങ്ങിയത് എന്നോട്ടെ ഞാൻ ചിലപ്പോൾ ഞാൻ മരിച്ച് അല്ലെങ്കിൽ എൻ്റെ കാലശേഷം അത് ഡൗൺ ആയിപ്പോകും. കാരണം ഈ ഫീൽഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറക്റ്റായിട്ട് കൊണ്ട് നടക്കേണ്ട സംഭവങ്ങളാണ്. നിങ്ങൾ വിചാരിക്കുന്നില്ല, ഞാൻ വിചാരിക്കുന്നുണ്ടാവും പാട്ട് മാപ്പിളപ്പാട്ട് മാത്രം വരും. മാപ്പിളപ്പാട്ട് മാത്രമല്ല ഞാൻ ചെയ്യുന്നത്. യൂട്യൂബിലും വേറെ കുറച്ച് പരിപാടികൾ, കമ്പനീൻ്റെ താഴ്ബോയ്സ് അല്ലാത്ത പേരിൽ പല പരിപാടികളും നമ്മൾ ചെയ്യുന്നുണ്ട്. 100-300ഓളം യൂട്യൂബ് ചാനൽ, അതിൻ്റെ അകത്ത് ഒരു 100ഓളം ആർട്ടിസ്റ്റുമാർ എൻ്റെ കമ്പനി മാനേജ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം ഞാനായിട്ട് ഉണ്ടാക്കി വെച്ച പരിപാടിയാണ്. കാരണം ഞാനായിട്ട് സ്വന്തം ആർട്ടിസ്റ്റ് എന്നുള്ള ലെവലിൽ നല്ല ക്വാളിറ്റി കണ്ടന്റ് കൊടുത്തിട്ടുണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അത്ര പറയുന്നില്ല. പക്ഷേ ഈ ഫീൽഡിൽ ഒരുപാട് ആൾക്കാർ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. ഞാനായിട്ട് കൊണ്ടുവന്ന ആൾക്കാർ, ഒരുപാട് ആൾക്കാർ, സിംഗേഴ്സ് ആയിക്കോട്ടെ, ടെക്നീഷ്യന്മാരായിക്കോട്ടെ, ലിറിക്സ്, മ്യൂസിക്, ഇങ്ങനത്തെ ഒരുപാട് ഇന്ന് ഫീൽഡിൽ ട്രെൻഡിങ് ആയിട്ട് നിൽക്കുന്ന ആൾക്കാർ, അല്ലെങ്കിൽ അത്യാവശ്യം പോപ്പുലർ ആയിട്ട് നിൽക്കുന്ന ഒരുവിധ ആൾക്കാരെല്ലാം ബാക്കിൽ എൻ്റെ കയ്യുണ്ട്. അത് ഞാൻ അത്ര ഹാപ്പി ആയിട്ട് നിൽക്കുന്ന അതുകൊണ്ടാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പല പാട്ടുകാർ ചിലപ്പോൾ ഡൗൺ ആയ സിംഗേഴ്സിനെ ഞാൻ കാരണം എന്നോട് പറയും അവിടെ ഇങ്ങനെ ഉണ്ട്. കാരണം ഞങ്ങൾക്കൊരു പ്രൊഡക്ഷൻ കമ്പനി ഉള്ളത് കൊണ്ട് എനിക്ക് എന്ത് ഇന്ന് നാളെ ഇറക്കിയിട്ട് പാട്ടിറക്കാം. റെഡിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പാട്ടുകാരൻ്റെ അല്ലെങ്കിൽ ഈ ഫീൽഡിൽ അവരെ വിജയം എന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ടന്റ് ഇറക്കലാണ്. ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമും ഇതൊന്നല്ല, ഒരു വർക്ക് റിലീസ് ആവണം പബ്ലിക്കിൽ, അത് ഇറങ്ങണ്ടിക്ക പ്രൊഡക്ഷൻ വേണം. പ്രൊഡക്ഷനാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ സിംഗേഴ്സിലുള്ള എല്ലാ ആൾക്കാരും എന്ത് ചെയ്തു, നമ്മളൊരു കമ്പനി ആയിരിക്കും, എടാ ഒരു പാട്ട് ഇങ്ങനെ ഇറക്കി തരാൻ പറ്റുമോ, ഇങ്ങനെ ഇറക്കി തരാൻ പറ്റുമോ, നമ്മൾ ആ ചെയ്യാന്ന് പറയും. ചിലപ്പോൾ നമുക്ക് തന്നെ അറിയാൻ പറ്റും ഈ പാട്ട് 8 പോട്ടു. പക്ഷെ എന്നാലും നമ്മൾ ആ ഒരു ഫ്രണ്ട്ഷിപ്പ് കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ചില ആൾക്കാർക്കെല്ലാം അങ്ങനെ ഒരുപാട് സംഭവം നമ്മൾ ചെയ്തു കൊടുത്തിട്ടുണ്ട്. ഒത്തിരി ഒരു സമയത്ത് ഒത്തിരി പാട്ടുകൾ ആൽബം സോങ് തന്നെ പാടിയിട്ടുണ്ട്. അപ്പം ഈ ആൽബം സോങ്സ് ട്രെൻഡായ സമയത്ത് പല സ്ഥലം, ഇപ്പോൾ കല്യാണ വീട്ടിലുണ്ടാവും, അല്ലെങ്കിൽ നമ്മൾ ഓട്ടോയിൽ പോകുമ്പോൾ ബസ്സിൽ പോകുമ്പോൾ ഈ പാട്ട് പ്ലേ ചെയ്യും. അപ്പോൾ ഫേസ് മനസ്സിലാക്കുന്നത് എൻ്റെ പാട്ടല്ലേ പ്ലേ ചെയ്യുന്നതെന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെയുള്ള മൂമെന്റ്സ് ഒക്കെ ഉണ്ടായിട്ടുണ്ടോ? അത് റെഡിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പാട്ട് ഇറക്കിയത് മൊത്തം എൻ്റെ സ്റ്റൈല് ഡിഫറെൻറ്റ് സ്റ്റൈലായിരുന്നു. അന്ന് ഈ ആൽബം ഇറക്കുന്ന എല്ലാ ആൾക്കാരും ഒരു മെലഡി പാറ്റേൺ അതിൻ്റെ ഓർക്കസ്ട്രയും ഹൃദയെല്ലാം എന്താണ്ട്. പക്ഷേ ഞാൻ അന്ന് ഓൾറെഡി പഞ്ചിലാണ് എപ്പോഴും പാട്ടിറക്കുക. ഇന്ന് കുറേ MHR നമ്മളെ ഡബ്സിൻ്റെ എല്ലാം പാട്ട് ചെയ്യുന്ന ഒരു ഇൻ്റർവ്യൂവിലെ ഒരു സംഭവം കേട്ടിട്ടുണ്ടായിരുന്നു. കാരണം ഞാൻ ചെയ്ത പല പാട്ടുകൾക്കും അവർ എന്താ പറയുക അങ്ങനത്തെ ബീജം കേട്ടിട്ടുണ്ടായിരുന്നു. എന്ന് വെച്ചാൽ ആ സമയത്ത് ഓൾറെഡി ഞാൻ അടിച്ചോളി പാട്ടുകളുടെ മൂഡിൽ റിതം ചെയ്തില്ല. ഓർക്കസ്ട്ര ചെയ്യുമ്പോൾ കറക്റ്റ് ശ്രദ്ധിക്കും, അടിപൊളി പാട്ട് തന്നെ വേണം. കാരണം കാറിൽ അതേപോലെ തന്നെ ഓട്ടോറിക്ഷ ഇവർക്കെല്ലാം മെലഡീനെക്കാട്ടും കൂടുതൽ ഇങ്ങനത്തെ അടിപൊളി പാട്ടുകളെ വെക്കാൻ ബസ്സിലെല്ലാം. അപ്പോൾ അങ്ങനെ ഓട്ടോക്കാരെ കൊണ്ട് എൻ്റെ പാട്ട് തന്നെ പാടിയിട്ടുണ്ട്. കാരണം ഈ ഫുൾ പാട്ടുകൾ ഓട്ടോയിലെല്ലാം വെക്കുന്ന കണ്ടിട്ട് എന്നോട് പല ആൾക്കാരും പറയും, അവിടെ എൻ്റെ പാട്ടാണല്ലോ ഫുൾ ഓട്ടോയിൽ. അപ്പോൾ ഞാൻ ചെയ്ത് പാട്ടാണ് നോക്കുമ്പോൾ ഞാൻ എന്താ പ്രതീക്ഷ, ഞാൻ നേരത്തെ പറഞ്ഞില്ല കുറേ പാട്ടുകൾ കണ്ടും കൂടി
ഇതെല്ലാം ഓട്ടോയിലെല്ലാം കേൾക്കുമോ ചിന്തിക്കാം. അപ്പം വിചാരിച്ചു ഓട്ടോക്കാർക്ക് വേണ്ടിയിട്ട് ഒരു പാട്ട് ഇറക്കിയാൽ ചിലപ്പോൾ അത് വൈറലാവും. അങ്ങനെ ഇറക്കിയിട്ടുണ്ടോ? ഓ പിന്നെ ഓട്ടോക്കാർക്ക് വേണ്ടിയിട്ട് അന്ന് എന്ത് ചെയ്ത് സ്പെഷ്യലായിട്ട് ഒരു പാട്ട് വീഡിയോ, അതേപോലെ തന്നെ ഓട്ടോക്കാരൻ്റെ ഒരു കഥ, ഒരു കൺസെപ്റ്റും വെച്ച് ഒരു പാട്ടും ഇതേപോലെ തന്നെ പാട്ടിറക്കി അതും ഇതേപോലെ തന്നെ ഫുൾ. അന്ന് ആ സമയത്ത് ഓട്ടോക്കാരെ എല്ലാവരുടെ ഫോണിലും എനിക്ക് തോന്നുന്നു ഹലോ ടൂൺസ് ഉണ്ടായിട്ടുണ്ട്. ചൈനീസ് ഫോണിലും നമ്മുടെ ഒരു മലബാർ കൾച്ചർ നോക്കുമ്പോൾ കല്യാണ വീടുകളിലൊക്കെ ഈ പാട്ട് ഒരു ഓളായിരുന്നു ആ സമയത്ത്. എടുക്കുന്ന അന്ന് ആരും സിംഗേഴ്സ് ഇല്ലല്ലോ, ആകെ വിരലിൽ എണ്ണുന്ന സിംഗേഴ്സ് മാത്രമേ ഉള്ളൂ. എനിക്കൊന്ന് ഞാനായിരിക്കും അന്നത്തെ ലാസ്റ്റ് ആയിട്ട്. കാരണം ഇപ്പൊ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഓരോ ഏറെ സിംഗേഴ്സാ മൊത്തമായിട്ട്. അന്ന് സിംഗേഴ്സ് കുറവായത് കൊണ്ട് നമുക്ക് എന്താ പറയണ്ടേ ഭയങ്കര എനർജി അന്ന് ആ സമയത്ത് ഉണ്ടായിരുന്നു. ഞങ്ങൾക്ക് വേണ്ടിട്ട് ഒരു പാട്ട് പാടണം. എനിക്കൊന്നു എന്റെ ഭാര്യ അത് ഒരു സമയത്ത് വൈറലായിരുന്നു, കുറെ പേര് കരഞ്ഞൊക്കെയാണ് മരിച്ച രംഗമൊക്കെ. ആ ഒരു പാട്ടൊന്ന് പാടാം. ഓക്കെ. ആ സമയത്ത് എനിക്ക് തോന്നുന്നു 19ാമത്തെ വയസ്സിൽ അങ്ങനെ ആയിട്ടാന്ന് തോന്നുന്നു ആ പാട്ട് അഭിനയിക്കുന്നത് ഫസ്റ്റ് ആയിട്ട് എന്റെ ഭാര്യ എന്നുള്ള സംഭവത്തിൽ. ആ സമയത്ത് എനിക്കൊരു ടേണിങ് നമ്മുടെ ഈ പാട്ടെല്ലാം ഇറക്കിയിട്ട് ഒരു വർഷം, ഒരു വസ്ത്രാമെല്ലാം ഇറങ്ങിയിട്ട് ഒരു വർഷം കഴിഞ്ഞാൽ പാടുമാണ് ആ പാട്ട് വരുന്നത്. ഒരു ടേണിംഗ് പോയിന്റ് ആയിരുന്നു ആ സംഭവം. ഞാൻ നേരത്തെ പറഞ്ഞത് ഹലോ ടൂൺസ് എല്ലാം ആ സമയത്തെല്ലാം നല്ലൊരു റവന്യൂ കിട്ടിയ പാട്ട് ഒരു പാട്ടായിരുന്നു. പാടാം. എന്നും എന്നോട് മനസ്സിനുള്ളിലെ വേദനയറിയും പെണ്ണ, എന്നോട് സ്വന്തം ഭാര്യ, എൻ്റെ മനസ്സിൻ കൊട്ടാരത്തിലെ റാണിയായൊരു പെണ്ണ, എന്നോട് സ്വന്തം ഭാര്യ. എനിക്ക് തോന്നുന്നു ഒരു സമയത്ത് ഈ പാട്ടിനെക്കാട്ട് വൈറലാക്കിയ ഒരു ന്യൂസ് ഉണ്ടായിരുന്നു, ഒരു ഐഫോൺ വിവാദം. ഓർമ്മയുണ്ട്? ഒരു സെൽഫി ആ സമയത്ത് ഐഫോൺ നമുക്ക് ഓർമ്മ വരുവാണെങ്കിൽ ഇക്കാന്റെ ഓർമ്മയില്ല. അത് ഇപ്പോഴും ഭയങ്കര രസമായിട്ടാണ്. അത് ഗൾഫിൽ ഷോയില് പോയ സമയത്തല്ലേ, ഒരു മറ്റേ ആ കുട്ടിന്റെ പേര് ഓർമ്മയില്ല. ഇപ്പൊ നയൻതാരന്റെ കൂടെ അഭിനയിച്ചിട്ടുണ്ട്, കുഞ്ചാക്കോ ബോബന്റെ ഏതൊരു പടത്തില് ആ കുട്ടി എന്തോ ഗൾഫിൽ ഷോ എടുക്കുന്ന മൂപ്പറെ മോനായിട്ടുള്ള സംഭവമാണ്. അത് ചെറിയൊരു സംഭവം. പ്രോഗ്രാമിന് പോയ ഐഫോൺ കിട്ടി, അത് നേരെ അങ്ങോട്ടേക്ക് ഇതായതിന്റെ ശേഷം ഭയങ്കര പ്രശ്നമായി. അത് വെച്ചാല് അന്ന് ഓൾറെഡി ഫേസ്ബുക്ക് തന്നെ പറയുമ്പോൾ ഇന്ന് ഓൾറെഡി നെഗറ്റീവ് കമന്റ് ഒന്നും എല്ലാ ആൾക്കാർക്കും നെവർ മൈൻഡ് ആണ്. പക്ഷെ അന്നെല്ലാം എന്ന് പറഞ്ഞാൽ ഭയങ്കര പ്രശ്നമാണ്. കമന്റ് വരുമ്പോ സീനല്ലേ, ന്യൂസ് ആയിട്ട് വരെ അന്ന് വന്നിട്ടുണ്ട്. അത് നെഗറ്റീവ് കമന്റിന്റെ മുകളിൽ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ പാവങ്ങളെ നിങ്ങൾക്ക് സഹായിച്ചൂടെ, ഈ ഐഫോൺ കൊടുത്തിട്ട് ഇതെന്താന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു സംഭവത്തിന്റെ മുകളിൽ വൈറലായത് ന്യൂസ് ആയിട്ട് വന്ന് ഐഫോൺ കൊടുത്തത് കൊണ്ട്. ഇപ്പൊ ഈ ഇതുപോലെ ട്രോൾസ് വരുമല്ലോ, ഈ ആൽബം സോങ്ങിൽ ഏറ്റവും കൂടുതൽ വരുന്ന ട്രോൾസാ. അതും കണ്ടിട്ടുണ്ടാവുമല്ലോ ഒരുപാട് ട്രോൾസിന്റെ വലിയൊരു കോമഡി ഉണ്ട്. കാരണം വെച്ച് കഴിഞ്ഞാല് ഒരു സമയത്ത് എനിക്ക് ട്രോളിനെ പറ്റി എനിക്ക് കൂടുതലായിട്ട് അറിയില്ലായിരുന്നു. എനിക്കൊന്ന് 2015-16 അറിയില്ല. ആ സമയത്ത് ട്രോൾ ഇങ്ങനെ വന്നുകൊണ്ട് കുറേ സാധനങ്ങൾ അതിൽ എന്നാ ഭയങ്കര മോശമായിട്ടെല്ലാം എന്നാ പറയണ്ടേ തെറി വിളിക്കുന്ന ഇപ്പം എന്താ പറയുക സിനിമൻ്റെ ക്ലിപ്പ് ഉണ്ടാവുമല്ലോ, അതെല്ലാം വെച്ചിട്ട് വന്നു. അപ്പം ഞാൻ ചിന്തടാ എൻ്റെ പാട്ടുകൾ ഇങ്ങനെ ഇട്ടിട്ട്. അപ്പോൾ ഒരാൾ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ട്രോളേഴ്സ് മൊത്തം ഇവരൊരു ഗ്യാങ് ഉണ്ടായിരുന്നു, മൊത്തം ടീം ഇത് ചെയ്യാൻ തുടങ്ങി. അപ്പം ഞാൻ ഇങ്ങനെ ചിന്ത പിന്നെ എന്നോട് ഫ്രണ്ട്സ് പറയാൻ തുടങ്ങി, അവിടെ ഓനെ നമുക്ക് അടിക്കണം, ഇങ്ങനെ അടിക്കണം, ഇത് മാറ്റാം, അവൻ്റെ പുരക്കി കൊത്തോടോ. കാരണം അറിയുക ട്രോള് രാവിലെ എന്തിനാ നമ്മൾ ചെയ്ത നല്ല കണ്ടന്റ് ആയാലും വെട കണ്ടന്റ് ആയാലും ട്രോള് വന്നു കഴിഞ്ഞാൽ പാട്ട് യൂട്യൂബിൽ വൈറലാവും. നമുക്ക് ആ ട്രോള് വന്ന ഓൺ ദ സ്പോട്ടിൽ ബിസിനസ് അല്ല നടക്കുന്നത്. ഞാൻ പറയും ഞാൻ അത് വിട്, നമുക്ക് ബിസിനസ് നടക്കുന്നത്, നമുക്ക് നല്ലത് അവരുണ്ടാക്കി തരുന്നതെന്ന് പറയും. അപ്പോൾ 1-2 ഇതിൽ കുറച്ച് നല്ല റോങ് വന്നതിന് ശേഷം ഞാൻ എന്ത് ചെയ്ത് പ്ലാൻ ചെയ്തു. ഞാനും കൊച്ചിയിൽ 1-2 കമ്പനീസും പ്ലാൻ ചെയ്തു. കാരണം ട്രോൾ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ആൽബം മീഡിയക്ക് തന്നെ ബാധിക്കും. കാരണം മീഡിയ ഓൾറെഡി ചിലപ്പോൾ നല്ല ലെവലിൽ പോകുന്ന സമയത്ത് ട്രോൾ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇൻഡസ്ട്രീനെ മൊത്തം പറയുമല്ലോ, അടിച്ച് സ്ട്രൈക്ക് കൊടുത്ത് ചാനൽ പൂട്ടാന്നുള്ള ഉദ്ദേശത്തിൽ തന്നെ എനിക്കൊന്ന് അന്നൊരു 100-100 ആൾക്കാരെ ചാനൽ അന്ന് ഞാൻ കളഞ്ഞിട്ടുണ്ടായിരുന്നു യൂട്യൂബിൽ. സ്ട്രൈക്ക് അടിച്ചിട്ട് ഞാൻ പച്ചക്ക് ഓപ്പണായിട്ട് പറയുന്നുണ്ട് ഒന്നും തോന്നണ്ട. പക്ഷെ അവരുടെ പല ആൾക്കാരും എൻ്റെ അടുക്ക സമീപിച്ചിട്ടുണ്ടായിരുന്നു. ഈ 100-100 ആൾക്കാരുടെ അധികം ആൾക്കാരുടെ നമ്മുടെ ടീമും സ്റ്റാഫും മെസ്സേജ് അങ്ങോട്ട് അയച്ചിട്ടുണ്ടായിരുന്നു, നിങ്ങൾ 2 ദിവസം കൊണ്ട് റിമൂവ് ചെയ്തില്ലെങ്കിൽ നമ്മൾ സ്ട്രൈക്ക് വരും. അപ്പോൾ അവരെ വിചാരം ഒരു സ്ട്രൈക്കാണ് വരുമെന്ന്. കാരണം നമ്മളിതൊരു വലിയ ടീമായിട്ടാണല്ലോ, അവർക്ക് അറിയില്ല. അവരുടെ വിചാരം ഞാൻ വെറും പാട്ട് മാത്രം പാടുന്ന, എനിക്ക് ഇതിൻ്റെ ബാക്കിലെ ബിസിനസ് ഒന്നും ആർക്കും അറിയില്ല. എനിക്ക് തോന്നുന്നില്ല ഈ മീഡിയയിലുള്ള കുറച്ച് ആൾക്കാർ അറിയാല്ലാണ്ട് ബാക്കി ആർക്കും അറിയില്ല. അവർ നിൽക്കുന്നില്ല. പിന്നെ ഞാൻ ചില ടീംസിനെല്ലാം അത്യാവശ്യം സബിലെ ടീമിനെല്ലാം ഇന്ന് ടോപ്പിൽ നിൽക്കുന്ന 1-2 ആൾക്കാർക്ക് ഞാൻ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ മുറ്റേ അതൊന്ന് റിമൂവ് ചെയ്യണം, ഇല്ലെങ്കിൽ ഞാൻ സ്ട്രൈക്ക് അടിക്കുമെന്ന് പറഞ്ഞു. അല്ല ഇല്ലെങ്കിൽ അത് പ്രശ്നമാവുമെന്നുണ്ട്, സ്ട്രൈക്ക് അടിക്കുമെന്നില്ല, ഇല്ലാതെ പ്രശ്നമാവും പറഞ്ഞു. നിങ്ങൾ പ്രശ്നമായിക്കോ കുഴപ്പമില്ല എന്ന് പറഞ്ഞു. ഞാൻ നേരെ 3-ാമത്തെ ദിവസം എല്ലാം ഇരുന്നിട്ട്, കാരണം 3 സ്ട്രൈക്ക് വന്ന ആ ഒരു ചാനൽ പോകും. കറക്റ്റ് 3 ഇത് വെച്ചിട്ട് മെയിൽ അടിച്ച് നമ്മളെ ടീംസിനെ വെച്ചിട്ട് തന്നെ സ്ട്രൈക്ക് കൊടുത്ത്
പിന്നെ അന്ന് എനിക്ക് ഹെൽപ്പ് ചെയ്യാൻ പല കമ്പനീസും ഉണ്ടായിരുന്നു. ഇപ്പൊ കുഞ്ഞിപ്പെങ്ങളുടെ കല്യാണം 9ാമത്തെ വർഷം, എനിക്ക് തോന്നുന്നു ഒരു സീരിയൽ പോലെയാണ് ഓരോ വർഷവും സീസൺ. അതിന്റെ ഒരു സന്തോഷം, വർഷങ്ങളായിട്ട് ഇത് കാണുന്നവർക്ക് ഭയങ്കര എക്സൈറ്റ്മെന്റ് ആണ്. അതാണ് പുതിയ വർക്കിന് കുഞ്ഞുവാട. പെരുന്നാളിന് നമ്മൾ സ്പെഷ്യലായിട്ട് ഇറക്കുന്നത് കുഞ്ഞുവാട കല്യാണം. അത് എനിക്ക് തോന്നുന്നു മാപ്പിളപ്പാട്ട് ആൽബത്തിൽ ഏറ്റവും കൂടുതൽ പ്രൊഡക്ഷൻ കോസ്റ്റും അത്രയും ആർട്ടിസ്റ്റുമാരാണ്. 60 ഇപ്രാവശ്യം 60 ആൾക്കാരുണ്ട്. 60 ആൾക്കാർ, അതും മാപ്പിളപ്പാട്ട് ഇൻഫ്ലുവൻസേഴ്സ്, വ്ളോഗേഴ്സ് എല്ലാം മിക്സ് ചെയ്തിട്ട് എന്താ പറയണ്ടേ, ആ വർക്ക് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും അതിൻ്റെ അകത്തിൽ പ്ലസും നെഗറ്റീവും അങ്ങനത്തെ എല്ലാ ആൾക്കാരെയും ഉൾപ്പെടുത്തിയിട്ടില്ല ഒരു വർക്കായിരിക്കും. ഒരു 15 മിനിറ്റിൻ്റെ സോങ് സിനിമയാണ്. സോങ് മാത്രമല്ല, അത് 9 വർഷം ഒരു വർഷം കൊറോണ ആയിട്ട് ചെയ്യാൻ പറ്റിയില്ല. അങ്ങനെ ആ ടീമിന്റെ ഒരുപാട് സന്തോഷം കേട്ടോ. ഒരുപാട് വിശേഷങ്ങൾ അറിയാൻ പറ്റും. ഒരു പഴയ കാലഘട്ടത്തിലെ പഴയ കഥകൾ കുറെ കേൾക്കാൻ പറ്റും. ഒരുപാട് സന്തോഷം. ഇനിയും പുതിയ പ്രൊജക്ട് ഞാൻ വെയിറ്റ് ചെയ്യുന്നു, പുതിയ സംരംഭത്തിനായിട്ട് വെയിറ്റ് ചെയ്യുന്നു. പുറകെ വരുന്നുണ്ടാവും. എല്ലാവിധ ആശംസകളും. താങ്ക് യു സോ മച്ച്.